എന്ന് വേണ്ട സകല ഫലമൂലാദികൾ ഈ തോട്ടത്തിലുണ്ട്. അപ്പോൾ ദൈവസഭ കെട്ടിയടച്ച തോട്ടമാണ് ആ ഉത്തമഗീതത്തിൽ വായിക്കുന്നത്. ഇതിന് വേലിയുണ്ട്, കെട്ടിയടച്ചതാണ്, അതിന് കല്ല് പെറുക്കി കളഞ്ഞിട്ടുണ്ട്, ചക്ക ഒടിച്ചിട്ടുണ്ട്, ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ ഈ തോട്ടത്തിലെ അമ്മ കാട്ടിലെ പാമ്പുമായി സംഭാഷിക്കാതിരുന്നാണ് നല്ലത്. എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം അനേക വിവാദങ്ങൾക്ക് വഴിതെളിച്ചൊരു പുസ്തകമാണ്. ഇതുപോലെ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഉൽപ്പത്തിയിൽ സാത്താൻ്റെ ആരംഭ പ്രവർത്തനങ്ങളെ കാണുന്നു, വെളിപ്പാടിൽ ഇവൻ്റെ അന്ത്യവും കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും വളരെ വിവാദങ്ങൾക്ക് വഴിതെളിച്ച പുസ്തകം. അവിടെ ഇന്ന് രാത്രി അങ്ങനെ പോയാൽ പല കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടി വരും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ശ്രദ്ധിച്ച്, ഈ വെളിവില്ലാത്ത ചില ആൾക്കാർ ഇത് വെളിപാട് പുസ്തകം എന്നാണ് പറയുന്നത്. വെളിപാട് പുസ്തകം കേൾക്കുമ്പോഴേ അറിയാം ഈ വിഷയത്തിൽ ഇവർക്ക് വലിയ വെളിവൊന്നും, മറ്റു വിഷയങ്ങളിലൊക്കെ നല്ല വെളിവാ, ഇക്കാര്യത്തിൽ ഇവർക്ക് അതാ വെളിപാട് പുസ്തകം. പണ്ട് മാർത്തോമായിലെ ഒരു പ്രസംഗിയായിരുന്നു വയലത്തിലെ അവറാച്ചൻ. ആരാ അവിടെ നിന്ന് വർത്താനം പറഞ്ഞത്? അപ്പോൾ മാർത്തോമാ സഭയുടെ 50 കൊല്ലം മാർത്തോമാ സഭയിൽ പ്രസംഗിച്ച അതിപ്രാർത്ഥനായ കർത്തൃദാസനാണ് വയലത്തിലെ അവറാച്ചൻ. അപ്പോൾ വയലത്തിലെ അവറാച്ചൻ പണ്ട് തിരുവല്ലയ്ക്കടുത്ത് കിഴക്കമ്പത്തൂറ്റ് പ്രസംഗത്തിന് വന്നപ്പോൾ യോഗത്തിന് ഞാനുണ്ട്. അപ്പോൾ അവറാച്ചൻ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പ്രസംഗിച്ചത്. അപ്പോൾ അവറാച്ചൻ പറഞ്ഞു, ഇന്ന് രാത്രി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ വെളിപ്പാട് പുസ്തകം എന്ന് പറയണം, വെളിപാട് പുസ്തകം എന്ന് പറയരുത്. അത് ശരിയായ പ്രയോഗം വെളിപ്പാട് പുസ്തകം. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വാക്യം വായിക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാൻ പറഞ്ഞപ്പം അവരുടെ കൂടെയുള്ള ഒരാള് ചടയിന്ന് വായിച്ചേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അപ്പൊ പുള്ളി വായിച്ചു കൊടുത്തു, യേശുക്രിസ്തുവിന്റെ വെളിപാട്. അപ്പം അവറാച്ചൻ പറഞ്ഞ് ശരിയാകുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. അപ്പൊ ഇതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇത് വെളിപാട് പുസ്തകമല്ല, ഇത് വെളിപ്പാട് പുസ്തകമാണ്. ഞാൻ എല്ലായിടങ്ങളിലും പറയട്ടെ, ഈ പുസ്തകം ഓരോ അധ്യായത്തിലും ഓരോ സബ്ജക്റ്റ് ആക്കി നമ്മൾ പഠിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 144,000 പേര് 7-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും അതുപോലെ തന്നെ 4 കാഹളങ്ങൾ മീട്ടുന്നതായിട്ട് കാണുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചന്റെ ദൂതന്മാരെ അടിച്ചുവിടുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ 11 2 സാക്ഷികൾ രംഗത്ത് വരുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ സൂര്യധാരണയായ സ്ത്രീയെ, അവളെ പ്രസവവേദനപ്പെടുന്നു, പ്രസവിക്കുന്നു, ആൺകുട്ടിയെ പ്രസവിക്കുന്നു, സർപ്പം വരുന്നു. ഇതൊക്കെയാണ് വെളിപ്പാട് 12-ലെ വിഷയം, സൂര്യധാരണയായ സ്ത്രീ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം ഘോരവും ഭയങ്കരമായ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം പഠിക്കുമ്പോൾ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര് നിൽക്കുന്നത് കാണുന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈദികന്മാർ പലക നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 7 ക്രോധകലശം കൊണ്ട് ഭൂമിയിൽ ഒടിക്കുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിന്റെ മണവാട്ടി മനസ്സിലാകാൻ പറഞ്ഞ ശരിയായ പ്രയോഗം എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി മർമ്മം മഗതിയാം ബാബിലോൺ. അതാണ് 17-ലെ വിഷയം. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലെ വിഷയം വാണിജ്യ ബാബിലോണിന്റെ അധപതനത്തെ കാണുന്നു. ഒറ്റ മണിക്കൂർ കൊണ്ട് മുഴുവനും കത്തി ചാമ്പലാകുന്നതായിട്ട് 18-ാം അധ്യായത്തിൽ പഠിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം ദൈവകുഞ്ഞുങ്ങളുടെ പ്രത്യാശയ്ക്ക് ഉതകുന്ന അധ്യായമാണ്. ഒറ്റ വാക്യം പറഞ്ഞാൽ കുഞ്ഞാടിന്റെ കല്യാണം. 19-ന്റെ 7-8 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നാം സന്തോഷിച്ച് ഉല്ലസിച്ചവനും 21, 22 അധ്യായം ചേർത്തിട്ട് പഠിച്ചാൽ ഒറ്റ വാക്യം പറഞ്ഞാൽ നിത്യത. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം പര്യവസാനിക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ഒത്തിരി വിവാദ കാര്യങ്ങളുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പണ്ട് കാലത്ത് ചില ആൾക്കാർ വേദപുസ്തകം തുറക്കുക പോലും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ നിങ്ങൾ തുറക്കുന്നുണ്ട്. തുറന്നാലും ചിലർ വെളിപ്പാട് പുസ്തകം ഇപ്പോഴും വായിക്കാത്തവരുണ്ട്, പേടിയുള്ളവരുണ്ട്. വെളിപ്പാട് പുസ്തകം മൃഗം കയറി വരുന്നു, കൊമ്പ് കാണുന്നു, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു, സർപ്പം വരുന്നു, ഇതൊക്കെ അതുകൊണ്ട് പേടിയുള്ളവർ ചിലത് വായിക്കത്തുമില്ല. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നൊരു പുസ്തകമാണ്. നമ്മൾ ഇന്ന് അതിലെ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൻ്റെ ഒരു ഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത്. വായിക്കാം. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു പറയുക, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന വിദൂരതയിൽ നിന്ന് ശ്രമിക്കുന്ന എല്ലാവരോടും പറയാനുള്ള ആത്മീക സന്ദേശം, ഭയപ്പെടേണ്ട. അതെന്താ ഈ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണം, നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കിടക്കിടക്ക് തുടരെ കിടക്കുന്ന ഒരു പരശകലമാണ് ഭയപ്പെടേണ്ട. അതെന്താ അങ്ങനെ കൂടെ ഭയപ്പെടേണ്ട എന്ന് കൂടെ പറയാൻ കാര്യമല്ല. എല്ലാവർക്കും പേടിയാണ്. ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്ക് ഭയമുണ്ട്. ഒന്നല്ലെങ്കിൽ
മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവർ. ഉദാഹരണം, ഒരിക്കല് ദൃഢഗാത്രനായ ആരോഗ്യവാനായ ഉദ്ദേശം ഒരാറടി പൊക്കമുള്ള ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പല കാര്യം സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ബ്രദറെ, എനിക്ക് മരണത്തെ പേടിയില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാ, എനിക്ക് മരണത്തെ പേടിയില്ല. കാരണം എനിക്ക് പേടിയുള്ള ആളാണ് മരണത്തെ. അതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് മരണത്തെ പേടിയില്ല. അപ്പം ഞാൻ അങ്ങോട്ട് തിരിച്ച് പ്രതിവചിച്ചു, ആട്ടെ അങ്ങനെയാണെങ്കിൽ അച്ചായനെ ഇനിയും യാതൊരുവിധ പേടിയും കാണത്തില്ലല്ലോ. അദ്ദേഹം അല്പം സരസ്വനും രസിക്കുന്നമാ. അദ്ദേഹം എന്നോട് തിരിച്ച് പ്രതിവചിച്ചു, ബ്രദർ, മരണത്തെ പേടിയില്ലെന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യ പേടിയാന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആരുടെ പൊക്കമുള്ള ആരോഗ്യവാനായി ദൃഢഗാത്രനായി മനുഷ്യന് മരണത്തെ പോലെ ഭയമില്ല. പക്ഷേ സ്വന്തം അങ്ങനെയുള്ളവരൊക്കെ യോഗത്തിന് ഇന്ന് രാത്രി വന്നിരിപ്പുണ്ട്. നോട്ടം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ചിലപ്പുറത്തിൽ പിന്നെ പറയാം, മോളി വരുന്നു, പിന്നെ പേടിയാ. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. ചിലർക്ക് മരണത്തെ പേടി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ചിലർക്കെന്നല്ലേ ഒരു പുള്ളി പറഞ്ഞ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എല്ലാവർക്കും മരണത്തെ പേടിയാണ്, ഇല്ലയോ? വേണ്ടതല്ല, എല്ലാവർക്കും പേടിയാണ്. കുട്ടിക്കുന്ന എനിക്കും പേടിയുണ്ട്, നിങ്ങൾക്കും പേടിയുണ്ട്. നിങ്ങൾക്കൊന്നും ഉപദേശമാർക്ക് പേടിയില്ലെന്നാണ്, നിങ്ങൾക്ക് ആ കൂടുതൽ പേടി. അതുകൊണ്ടായി കൂടെ പറയാൻ മരണത്തെ പേടിയില്ലെന്ന്. എല്ലാവർക്കും പേടിയാണ്. അതിന് ചെറിയ ഉദാഹരണം ഉദാഹരണത്തിൽ തെളിയിക്കും. എല്ലാവർക്കും പേടിയുണ്ടെന്നൊരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ ഞാനങ്ങ് സന്ദർഭം വരുന്നുണ്ട്. മരണത്തെ എല്ലാവർക്കും പേടിയാണ്. അതിന് ചെറിയ ഉദാഹരണം, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കുകയല്ലേ. ഇപ്പം വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ് 10,000 രൂപ കൊടുത്തു, അല്ലാതെ നമുക്ക് പരിചയമുള്ളവരൊക്കെ പൈസ തന്നു. പിന്നെ ഇതൊരു താരിപ്പാക്കി കൊണ്ട് നടക്കുന്ന ബിരുദന്മാരുണ്ട്. എവിടെ എല്ലാം ചെന്ന് മേടിക്കുക, അവിടെ എല്ലാം അവൻ സമാജത്തിന് പോലും വരികയില്ല കാശ് മേടിക്കാൻ. ഇങ്ങനെ നമ്മളിക്കല് നമ്മുടെ എന്തിയ തോമാച്ചന് അവിടെ ഒരു കിറ്റ് കൊടുക്കുന്നെന്ന് കേട്ടു. 15 കിറ്റ് മേടിച്ചു കട്ടിലടി വെച്ചിരിക്കുക. എന്നാലും ഇങ്ങനെ കിട്ടണം വെറുതെ കൊടുക്കില്ല. ഒന്നങ്ങ് ഒരു സഹോദരി എന്നോട് പറഞ്ഞതാ 85 കിലോ അരി ഞങ്ങളുടെ കട്ടിലടി ഇരിപ്പുണ്ടെന്ന്. അങ്ങ് മേടിച്ച് കൂട്ടുകയില്ലയോ? വേറൊരു സഹോദരി പറഞ്ഞു, എനിക്ക് 15 നൈറ്റ് കിട്ടിയെന്ന്. അവളൊരു വർഷം ജോലി ചെയ്താൽ 2 നൈറ്റ് പോലും നമുക്ക് കൊണ്ട് കൊടുക്കുക. നല്ല കാര്യമാണ്, ചുമ്മാ കിട്ടുകയില്ലയോ? അവിടെ പോയി വെയിലും കൊണ്ട് ചെറുതായി ഇരിക്കണമെന്നല്ലോ. നമ്മുടെ വിഷയം അല്ലത്, പോട്ടെ. അപ്പോൾ ഒരു കാര്യം പറയാം, അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കും. ഫ്രിഡ്ജ്, ഈ വന്ന കാലത്ത് ഫ്രിഡ്ജ്, TV, മിക്സി, ഗ്രൈൻഡർ, കിടക്കാൻ കട്ടിൽ, മെത്ത. ഇപ്പം വെള്ളം പൊങ്ങിയപ്പോൾ മെത്ത വരെ കൊണ്ടെല്ലാം കൊടുത്ത്, നല്ല കാര്യം. മെത്ത, സ്റ്റൂള്, ചില വീട് കസേര, ഇതെല്ലാം അത്യാവശ്യ സാധനങ്ങളാണ്. അപ്പം അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച് വെക്കും. ആരെങ്കിലും ശവപ്പെട്ടി മേടിച്ച് വെച്ചിട്ടുണ്ടോ? അത്യാവശ്യമല്ലേ? ഇന്ന് രാത്രി ഉരുണ്ട് വീണ് യാകുക, നമ്മുടെ രീതി അനുസരിച്ച് ശവപ്പെട്ടി വേണ്ടേ? അത്യാവശ്യമല്ലേ? അത്യാവശ്യമല്ലേ? ആരെങ്കിലും മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊക്കിക്കാം. പക്ഷേ ഞാനെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. മേടിച്ച് വെച്ചിട്ടില്ല. അതിനെ മേടിച്ച് വെക്കാതെ അത്യാവശ്യമല്ലേ? പേടിയാ. ഞാൻ പറയാറുണ്ട്, നമ്മൾ പോയി മേടിക്കാനാ നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കുകയും ചെയ്യാം, അല്ലേ? മരുമകനാ പോയി മേടിക്കുന്നെങ്കിൽ അവൻ കാശ് കീർക്കും. പിന്നെ മോൻ പറയും, അളിയാ നമുക്ക് ഈ പെട്ടി എടുക്കാം. ഓ, അതിൻ്റെ കാര്യമൊന്നുമില്ല, ചായം പങ്ക് ദ്രവിക്കാനുള്ളത് അത് വേണ്ട, വട്ടപ്പലകയുടെയാണ്, മറ്റേ തേക്കൊന്നും വേണ്ട, വട്ടയുടെ മേടിച്ചാൽ നമുക്ക് തേക്കിൻ്റെ വെയിൽ അടിക്കാം. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് പോയി മേടിച്ചാൽ നമ്മൾ പോയി മേടിച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് മേടിക്കാം. കാശ് ഒരു ചവപ്പെട്ടി മേടിക്കാനുള്ള കാശൊക്കെ മിക്കവരുടെയും കയ്യിലുണ്ട്. പിന്നെ എന്നാ ചവപ്പെട്ടി മേടിച്ച് നേരത്തെ വെക്കാത്തേ? പേടിയാ. അതെ, എൻ്റെ ദൈവദാസനെ ഇതുവരെ ഒത്തില്ല. ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും ഇന്നിപ്പോൾ രാത്രിയായി. നാളെ രാവിലെ തന്നെ ഞാനും ചിന്നമ്മയും കൂടെ പോയി ഒരു ശവപ്പെട്ടി മേടിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ എഴുന്നേറ്റിരിക്കുകയോ കൈ പൊക്കോ എന്ന് ചെയ്താട്ടെ. ഇതുവരെ ഒത്തില്ല. ഇപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. അതുകൊണ്ട് നാളെ തന്നെ പോയൊരു ശവപ്പെട്ടി ഞാൻ അതിലുണ്ടെന്ന് എഴുന്നേക്കല്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരിക, ഞാനും ഒരെണ്ണം മേടിക്കാൻ പോവാം. കൂട്ടുണ്ടല്ലോ, ആരുമില്ല. എന്താ ഇതിൻ്റെ കാരണം? എല്ലാവർക്കും മരണത്തെ ഭയമാണ്. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. മോനെ, ഈ ലൈറ്റ് അങ്ങ് നിർത്ത്. എനിക്ക് കണ്ണങ്ങ് ചിമ്മുന്നത് കണ്ണ് തുറക്കാൻ മേല. ഇതങ്ങ് നിർത്ത്. അത് വേണേ നിന്നോട്ടെ. ഇതങ്ങ് നിർത്തി. അല്ലെ അങ്ങോട്ട് വെച്ചോ, അവിടെ കാണാം. അല്ലേ, വിലയാൻ പറഞ്ഞ പോലെ കണ്ണടിച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നത് പോലെ ആവും. അപ്പൊ ശ്രദ്ധിക്കുക,
എല്ലാവർക്കും മരണത്തെ ഭയമാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം മരണം വഴിയായിട്ട് ഇവിടുന്ന് കടന്നു പോകണം. അപ്പം മനുഷ്യന്റെ ക്ഷണഭംഗരമായ ജീവിതം, അല്പായുസുള്ള മനുഷ്യൻ ചാരി പോകുന്ന നെടല് പോലെ, വാടിപ്പോകുന്ന പുല്ലും പൂ പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, ഇങ്ങനെയൊക്കെ ആ ക്ഷണികതയെ പറ്റി. ആട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ എല്ലാവരും മരിക്കും. ചിലർക്ക് മരണഭീതി. അപ്പൊ ചിലർക്ക് ആരോഗ്യവാനായ ദൃഢഗാത്രനായ മനുഷ്യന് സ്വന്തം ഭാര്യയെ പേടി, വേറെ ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് രോഗങ്ങളെ പേടി. പലവിധമാകുന്ന രോഗം, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ, കിഡ്നിയുടെ പ്രോബ്ലം, ഹാർട്ട് അറ്റാക്ക്, ആമൻ വന്നവരെയൊക്കെ ദൈവം സൗഖ്യമാക്കട്ടെ. എങ്കിലും പലർക്ക് ഭയമാണ്. ചിലർക്ക് പ്രകൃതി ശക്തികളെ പേടി. ഇടിവെട്ടുന്നത്, കൊള്ളിയാമിന്നത്, ഭൂമി കുലുക്കം, സുനാമി, റീത്ത, കത്രീന, എല്ലാവർക്കും പേടിയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാണ്. ഇവിടെ വന്നിരിക്കുന്ന വിശ്വാസികളിൽ ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടി, അല്ലേ? ചില പറഞ്ഞില്ല, പാസ്റ്റർ വരുന്നു. അപ്പൊ ചിലക്ക് വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടി. ചില സഭകളിൽ ഉപദേശിമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടി. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ആർക്കും വലിയ പേടിയൊന്നും. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് വേറെ പുസ്തകത്തിൽ 365 കൂടുതൽ, 65 അതിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രിയിലും വചനത്തെ കൂടി ദൈവത്തിനെ അറിയിക്കാനുള്ള ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിലെ ആത്മീയ സന്ദേശം, ഭയപ്പെടരുത്. അത് രോഗമാകട്ടെ, മരണമാകട്ടെ, കെടുതികളാകട്ടെ, പ്രകൃതി ശക്തികളാകട്ടെ, നിന്നെ അലട്ടുന്ന ഏത് വിഷയങ്ങളാകട്ടെ, ഒരു പക്ഷേ ആശുപത്രിക്കാർ തള്ളിയ കേസായിരിക്കും. ഇന്ന് രാത്രി നിന്നോട് പറയാ, ഭയപ്പെട്ടു പോകരുത്. കടഭാരത്താൽ വലഞ്ഞായിരിക്കും നീ ഇവിടെ വന്നിരിക്കുന്നത്, ഇനി ഗതിയില്ല, ഇനി ഒരു ഗത്യന്തരമില്ലെന്നൊക്കെ പലരും പറഞ്ഞു കാണും. പക്ഷേ ഇന്ന് രാത്രി നിന്നോട് ദൂത്, ഭയപ്പെട്ടു പോകരുത്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വഴി തുറക്കപ്പെടാൻ നീ ഭാരപ്പെട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ പലരും നിന്നെ രാഗി കാണും, ശപിച്ചു കാണും, നീ വെന്തിക്കോസ് പോയത് കൊണ്ട് രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷേ ഇന്ന് രാത്രി നിന്നോട് ദൂത്, ഭയപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ആത്മീക സന്ദേശം, ഭയപ്പെടരുത്. അപ്പൊ ഇവിടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലനെ നാട് കടത്തി. അതിനെപ്പറ്റി മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു ചരിത്രം. ഈ യോഹന്നാനെ പത്മോസിൽ കൊണ്ടാകുകയല്ല, നാട് കടത്തി. അതിന് ചരിത്രം പറഞ്ഞത് ആദിമ സഭയ്ക്ക് പീഡയുണ്ടായി. യോഹന്നാൻ പത്മോസിൽ പോയത് 2 കാരണത്താലാണ് പോയെന്ന പുസ്തകം തന്നെ തെളിയിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം. 2, ദൈവത്തിന്റെ വചന നിമിത്തം. വായിച്ചേ ആ 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും, യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ശ്രദ്ധിച്ചേ. ആട്ടെ, ഒരു ചോദ്യം. പുറകിലിരിക്കുന്ന മാന്യ സഹോദരങ്ങൾക്ക് ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എന്നല്ല, കാരണം മൈക്കായതുകൊണ്ട് കേൾക്കും. തിരിയുന്നുണ്ടോ? തിരിയുന്നുണ്ടോ? എൻ്റെ കൈവൊക്കെ എന്നിട്ട് തിരിയുന്ന രീതിയിലല്ലല്ലോ ഇരിക്കുന്നത്. ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, 2 കാരണത്താലാണ് യോഹന്നാൻ പത്മോസിൽ പോയത്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം. 2, ദൈവത്തിന്റെ വചനം. അങ്ങനെ നാട് വിട്ടത്. നമ്മുടെ നിന്നൊക്കെ നാട് വിടുന്നത് നാട്ടുകാരുടെ കാശെല്ലാം പിരിച്ചു മേടിച്ചു പിന്നെ അവിടെ നിൽക്കക്കള്ളി ഇല്ലാതാകുമ്പോൾ ഉണ്ടുകല്ല. അവിടുന്ന് മേടിച്ച് മേടിക്കാന്നുണ്ടല്ലേ മേടിച്ച് ഇനിയിപ്പം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. രാത്രി ആരും കാണാതെ കൊച്ചുവെള്ളത്തെ തുഴഞ്ഞ പഴയ 14,000 എന്നിട്ട് അതിൽ നടന്ന് ചിത്രയുടെ പൊത വഴി കവരകത്തി എന്ന് നേരെ വൈക്കത്തി ആടി. പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വരുന്നത് റവറൻ്റായിട്ടാണ്. കൈവൊക്കെ കിട്ടി. ആരാ ഏതാണെന്ന് എന്നോട് ഇപ്പം ചോദിക്കരുത്. യോഗം കഴിഞ്ഞ് വരികയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒക്കെ തരാം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന് സംഖ്യ കണിക്കട്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. നമ്മുടെ ഇടയിൽ പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് നാട് കടത്തപ്പെട്ടു പോകുന്നത്. അയലത്തുകാരനെ കുത്തിക്കൊന്നു, അവന് കുടുംബം ആളുള്ളവനാ. നിക്കക്കള്ളില്ലാന്നപ്പോൾ ഇവിടെ നേരെ ഹൈറേഞ്ച് പോയി ഇടുക്കി ചേലച്ചോട്ടും. പിന്നെ ഒരു 30 കൊല്ലം കഴിഞ്ഞ പുള്ളി നീളക്കൈ വീട്ടാ വന്നത്. പഴയ പുള്ളിയോ? ഇപ്പോൾ അങ്ങനെയല്ലയോ കണ്ടുവരുന്നത്? അമ്മയെ കുത്തിക്കൊന്നവനുണ്ട്, അവൻ ജയിലിൽ പോയി മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നു. പെട്ടെ, നല്ല കാര്യം. അവനെ നമ്മൾ ഉടനെ വിളിച്ച് തേജലോട്ട് കയറ്റും. ബാബുന്നാണ് കർത്താവിന്റെ വേല ദീർഘവർഷങ്ങൾ ചെയ്ത് മര്യാദയ്ക്ക് ഉപദേശിച്ചോട് പറയാൻ താഴെ പോയിരിക്കും. ബാബു ഇരിക്കട്ടെ. അവൻ അമ്മയെ കുത്തിക്കൊന്നവനാ. അവന് ഭയങ്കര സാക്ഷ്യം. അവൻ പരോളിൽ ഇറങ്ങിയതാ.
15 ദിവസത്തേക്ക്. ഉടനെ അവൻ്റെ ഫോട്ടോയും വെച്ച് കടന്നു വരുവീന് സമ്മതിപ്പി. ഇവൻ്റെ ഇന്നോ അമ്മയെ കുത്തിക്കൊന്നവൻ്റെ ഇന്നോ ഉടനെ അവനെ നമ്മൾ സ്റ്റേജൊക്കെ കയറ്റി ഇപ്പോൾ ഭയങ്കര സാക്ഷ്യമാണ്. ഇവിടെ പെണ്ണുങ്ങൾ പാവത്തങ്ങളാണ്. കേട്ടോ, നിങ്ങൾ കേട്ടാലോ. അവൻ കത്തിയുടെ നീളം വരാ പറഞ്ഞത് 15 ഇഞ്ച്. അവൻ ഈ പെണ്ണുങ്ങൾ പാവത്തങ്ങളെ ഇത് കേൾക്കുമ്പോൾ അത് നിങ്ങളെ അഭിനന്ദിക്കട്ടെ, എന്താ കേട്ടാൽ ലൂറി എന്ന് പറഞ്ഞത് അങ്ങ് കൊണ്ടായില്ലയോ. അതിവന്മാർക്കെല്ലാം നല്ല താരിപ്പാണ്. പിന്നെ അവന് വിളകി. അപ്പോൾ ഞാൻ കത്തിക്ക് കുത്തി പെറ്റതള്ളക്കിട്ട് 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ചത് അല്ലെ കുത്തി മലത്തിയെന്ന്. കത്തിക്ക് കുത്തി ഞാൻ കശക്കി ഒരു കീറി കൊണ്ട് നമ്മുടെ പെണ്ണുങ്ങൾ ഭയങ്കര സാക്ഷ്യം. അമ്മയെ കുത്തിക്കൊന്നവൻ മാനസാന്തരപ്പെടരുതെന്നോ അവൻ ഈ മാർഗത്തിൽ വരരുതെന്നോ അല്ല എൻ്റെ വാദം. അവൻ മാനസാന്തരപ്പെടണം, വരണം. എന്നാൽ ഉടനെ അവനെ പുൽപ്പിറ്റേ കയറ്റി മൈക്ക് കൊടുക്കല്ല, അവനെ പുറകിലിരുത്തണം. അവൻ പുറകിരുന്ന് ഉപദേശം എന്നാ, പ്രമാണം എന്നാ, പാട്ടെന്നാ, പ്രാർത്ഥന എന്നാ, ആരാധന എന്നാ, വചനം എന്നാന്ന് ആദ്യം അവൻ പഠിക്കട്ടെ. അങ്ങനെയല്ലയോ പുസ്തകത്തിലെ പ്രമാണം. പുതിയ ശിഷ്യനും അരുത്. അവനവിടെ ഇരിക്കട്ടെ. ഇതങ്ങനല്ല. അവനെ ഇങ്ങോട്ട് കയറ്റി ചോദിച്ചാൽ തട്ടി താഴെ കളഞ്ഞു. അവിടെ അങ്ങനെ പോയി ആശീർവാദത്തിന് വിളിക്കാം. ഭയങ്കര സാക്ഷ്യം. അമ്മയെ കുത്തിക്കൊന്നു. ഉടനെ ഇരുന്ന പാസ്റ്റർമാർ 5 പേര് നമ്പരും മേടിച്ചു. ഞങ്ങളുടെ ഇവിടെ ഈ സാക്ഷ്യം. അപ്പം അവിടെ കൊച്ചുങ്ങളെ മര്യാദ കീവിക്കുക, അതുങ്ങളെ ഇരുത്തുകയല്ല. അപ്പം ഈ സാക്ഷ്യം കേൾക്കുന്ന മര്യാദക്കാർ കൊച്ചുങ്ങൾ പറയും, സാമേ നമുക്ക് സാക്ഷ്യമൊന്നും ഇല്ലല്ലോ അവിടെ. ഞാൻ പറഞ്ഞു നമുക്ക് സാക്ഷ്യമൊന്നുമില്ല. നമ്മളാരാ? കാരണം അമ്മയ്ക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് നമുക്ക് സാക്ഷ്യം. നമ്മൾ പറ്റാതെ വെള്ളം കൊടുത്തു അതുകൊണ്ട് നമുക്ക് സാക്ഷ്യം. ഞാൻ പറഞ്ഞു നമുക്കൊരു സാക്ഷ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അപ്പനെ കുത്തിക്കൊല്ലും. അപ്പം പ്രാർത്ഥന എടുക്കാൻ പുറകെ കൂടെ ചെന്ന് അപ്പം അവനും സാക്ഷ്യമായി. ഞാൻ പറയുന്നത് എന്തോ ഉദ്ദേശമാണ് ജനലൊക്കെ പിടികിട്ടിക്കാണ്. എല്ലാവരും മാനസാന്തരപ്പെടണം. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. എല്ലാവരും ഈ മാർഗത്തിൽ വരണം. ഈ മാർഗത്തിൽ വന്നാൽ അത് രക്ഷയില്ല. പക്ഷേ അങ്ങനെ ക്രമങ്ങളുണ്ട്. കുറവില്ലാത്തവനെ വിളിച്ച് കയറ്റിയാൽ ചവമായി വരുന്നതെല്ലാം നമ്മൾ തല്ലുകൊള്ളേണ്ടി വരും. പണ്ട് യോഗത്തിനെ ഒരുത്തനെ രക്ഷിക്കപ്പെട്ടിങ്ങോട്ട് വന്നാൽ വണ്ടി ജീപ്പിനകത്ത് കയറി അവനും കയറി വാക്യം വിളിച്ച് പറഞ്ഞ് പോവുക. യേശു ക്രിസ്തു ഭാവികളെ രക്ഷിക്കുന്ന രോഗികളെ സഭയ്ക്കുമ്പോൾ എല്ലാവരും വാക്യം പറയാം. പക്ഷേ എല്ലാം കൂടി തങ്കച്ചാനും ഉണ്ട് കല്ലിശ്ശേരി. അപ്പം വാക്യം വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വരില്ല വാക്യം വിളിച്ച് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും പറയാണ്. അപ്പം തങ്കച്ചാനകത്ത് ഒന്ന് പറഞ്ഞ് നീ ആയില്ലെങ്കിൽ ഇവിടെ അടങ്ങിയിരിക്കുക അവർ പറയട്ടെ പറഞ്ഞു. സമ്മതിക്കുകയല്ല. ആ എറപ്പട പാലത്തിനാണ് നമ്മൾ മയക്ക് പിടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ കർത്താവാകുന്ന യേശു ക്രിസ്തു വരുന്നു എല്ലാവരും ഓടിക്കോളാൻ. എങ്ങനെയുണ്ട്? നമ്മളെല്ലാവരും യോഗത്തിന് വാന്ന് വിളിച്ചാൽ പറയാം എല്ലാവരും. ഞാൻ ആ ഭാഗമൊന്നും ഇപ്പം പറയുന്നില്ല. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ ആ പത്മോസിൽ ചെന്നത് 2 കാരണത്താലാ. ഒന്ന് ദൈവത്തിന്റെ വചന നിമിത്തം, 2 യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തം. അല്ലാതെ അതിരുമാന്തിയച്ച് അടപടലെ മുങ്ങിയതല്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ അവിടുന്ന് മുങ്ങിയതല്ല. സഹോദരങ്ങളോട് കുസ്തി ഉണ്ടാക്കിയച്ച് നാട് വിട്ടു പോയത് എന്നാ ഒരു വലിയ അനക്കമൊന്നും ഇല്ലാത്ത ആർക്കും. ഇന്ന് അനങ്ങത്തില്ല, ഇന്ന് ശാന്തമായിട്ടിരുന്നാൽ മതി. സഹോദരങ്ങളോട് കയറി കൊമ്പ് കോർത്ത് വഴക്കും പുക്കാറും ഉണ്ടാക്കി കേസും കോടതിയും കഴിഞ്ഞേച്ച് നാട് വിട്ടു പോയതല്ല. മറ്റുള്ളവർക്കെതിരെ വിവാദമുണ്ടാക്കി കേസ് കൊടുത്തേച്ച് മുങ്ങിയതല്ല. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപ് പോയത് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം. അപ്പൊ ഇതിനെപ്പറ്റി ഒരു ചരിത്രം പറയുന്നത്, ഈ ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. പീഡ ഉണ്ടാകാൻ കാരണം ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഒരു മുടന്തനിരുന്നു. ഇരിക്കുന്നത് നല്ല സ്ഥലത്താണ്. എവിടാ? സുന്ദരം. നല്ല സ്ഥലത്തായിരിക്കുന്നത് സുന്ദരം. പക്ഷേ പുള്ളിക്ക് അങ്ങനെ എഴുന്നേക്കാനേ വയ്യല്ലോ. അമ്മയുടെ ഗർഭം മുതൽ ഇവനെ ചുമന്നുകൊണ്ടാകൊണ്ട് വന്നിരുത്തുന്നത് മുടന്തൻ. അമ്മയുടെ ഉദരം മുതൽ ഇവൻ മുടന്തനാണ്. എന്തായാലും ഉള്ള ഇവനെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തും. വരുന്നവരോടെല്ലാം ഇവൻ ഭിക്ഷ ചോദിക്കും. ആ ആലയത്തിൻ്റെ സുന്ദരതയെപ്പറ്റി ഒരു വ്യാഖ്യാനം, അത് ഈ യെരൂശലേമിന് 12 വാതിലുണ്ടെന്നാണ്. അപ്പോൾ ആറ്റിൻ വാതില്, മീൻ വാതില്, പഴയ വാതില്, ഉറവ വാതില്, താഴ്വര വാതില്, ഹമ്മിദ്കാദ് വാതില്, കുതിരവാതില്, നീർവാതില്, കിഴക്കേ വാതില്, കോൺ വാതില്, എബ്രയും വാതിൽ, ഇങ്ങനെ 12 വാതിലുകൾ. അത് ഈ വാതിലിന്റെ വിശേഷത സ്വർണം കൊണ്ട് പൊതിക്കപ്പെട്ടതായ വാതിലാണ്. സ്വർണ്ണമാണ്. അപ്പൊ കിഴക്കേന്ന് സൂര്യൻ കിരണം അങ്ങോട്ട് നിപതിച്ചു കഴിയുമ്പോൾ വെട്ടിത്തിളങ്ങും. പടിഞ്ഞാറത് അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നല്ല പ്രഭയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സുന്ദരം എന്ന ഒരു പദം അവിടെ വന്നിരിക്കുന്നതാണ്. എന്തായാലുമുള്ള പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഈ സുന്ദരം എന്ന വാതിൽ അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെ വാതിലാകുന്നു. അപ്പൊ ഈ വാതിൽ മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവാകുന്ന വാതിൽ.
അത് സുന്ദരം, അതെന്നാ സുന്ദരം? യേശു ക്രിസ്തു വലിയോ സൗന്ദര്യ സമ്പൂർണ്ണൻ. ഇതുപോലെ രൂപഗണമുള്ള, ഇതുപോലെ ഓമനത്വമുള്ള, ഇതുപോലെ ശ്രേഷ്ഠനായ, ഇതുപോലെ സൗന്ദര്യമുള്ള, ഇതുപോലെ മഹിമയുള്ള, ഇതുപോലെ മഹത്വമുള്ള ഒരുവൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. യേശു ക്രിസ്തു ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരൻ. മുഖത്ത് ഭയങ്കര തേജസ്സും മഹിമയും സൗന്ദര്യവും വടിഞ്ഞൊഴുകുക. സാറ് പറഞ്ഞിരിക്കുന്നത് നിന്റെ മുഖത്തിന് തേൻ ഉറ്റിച്ചിട്ട് വീഴുന്നെന്ന്. അതുപോലെ സൗന്ദര്യത്തിന് നിറകടമാ ക്രിസ്തു. മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറയുകയല്ല, അല്ലാതെ മൂലക്കിരുന്ന് പേടിപ്പിക്കുമൊന്നുമല്ല യേശു. മനസ്സിലായോ? ഭയങ്കര സൗന്ദര്യമാ ക്രിസ്തുവിന്. അവൾ സാക്ഷാൽ വാതിലാകുന്ന ക്രിസ്തു, ആ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമാകുന്ന ക്രിസ്തു. സ്തോത്രം. പരമപുരുഷനാകുന്ന ക്രിസ്തു, അവൻ സകല ഉത്തമന്മാരിലും ശ്രേഷ്ഠനായ ഉത്തമ പുരുഷൻ ക്രിസ്തുവാ. ഇതുപോലെ സൗന്ദര്യമുള്ള, മഹിമയുള്ള, തേജസ്സുള്ള അവൻ വേറൊരുവനില്ല. അപ്പോൾ ഈ വാതില് സാക്ഷാൽ വാതിലാകുന്ന ക്രിസ്തു, അതിന്റെ അതാ സുന്ദരം. ആ ദേവാലയ ഗോപുരത്തിലായി ഇവൻ മുടന്തി. യവനെ ആൾക്കാർ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തും. ഇതൊക്കെ ഏജന്റുമാരുണ്ട്, കൊണ്ടുവന്ന് ഇരുത്തുക, അവർക്ക് ചില്ലറ കിട്ടും. അതാണല്ലോ മറ്റേ സഹോദരിയുടെ കാര്യം. ഭൂതം പോയപ്പോൾ അവരുടെ ലാഭം പോയെന്ന് എഴുതി വെച്ചേക്കുന്നത്. ഭൂതം പോയപ്പം ലാഭം പോയി. ഇതെല്ലാം മൊത്തം ഇതിൽ ലാഭമാണ്. ചിലർ യോഗം നടത്തുന്നവർ ലാഭക്കച്ചവടമാണ്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, കുട്ടനാട് ആയതുകൊണ്ട് എല്ലാം ലാഭമാണ്. അപ്പൊ ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇവനെ കൊണ്ടുവന്ന് ഇരുത്തി. ഇവൻ വരുന്നവരോടെല്ലാം ഇങ്ങനെ ഭിക്ഷ ചോദിക്കുക. ആരെ കണ്ടാലും അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ആരെ കണ്ടാലും ഈ ചില ആൾക്കാരുണ്ട്, ഇവർ കൊടുക്കുകയല്ല, വല്ലവരെ കൊണ്ട് കൊടുപ്പിക്കും. അങ്ങനെ സ്വഭാവമുള്ളവരുണ്ട്. ഒരു 10 രൂപ വിളിക്കും, അവർ കഷ്ടത്തിൽ കൊടുക്കും. ഒരു 10 ഞാൻ നോക്കാം, ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇവരാരായി? മിടുക്കരായി. നമ്മളാരായി? ഊളനായി. എന്നാ ചിലർ പരുങ്ങുന്നത് പെട്ടയില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് തിട്ടാൻ വരുന്നില്ല. അങ്ങനെ മിടുക്കുള്ളവരുണ്ട്. അപ്പൊ ഇവിടെ ആരെ കണ്ടാലും ഇവൻ ഭിക്ഷ ചോദിക്കും. അമ്മ അമ്മ എന്നും പറഞ്ഞു. പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ 10 നടപടിക്ക് ക്രമം ഇവൻ ഭിക്ഷ ചോദിച്ചു. അപ്പം അവിടെ വായിക്കുന്നത്, പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി. അപ്പോൾ പത്രോസിനെ യോഹന്നാനെയും കണ്ടപ്പോൾ യവന് തോന്നി ഏതാണ്ടല്ലേ ഇവരുടെ കയ്യിൽ. അതുപോലെ ആ യുദ്ധങ്ങൾ നടക്കുന്നത്. അല്ലാതെ കരഞ്ഞും കൂവിയും മീശയും പിടിക്കാതെ താടിയും വെട്ടാതെ കീറി പറഞ്ഞതെല്ലാം ഇട്ട് പരിവക്കേടിൽ ഒരു നടുവ് തള്ളി ഒരു വേറെ പുസ്തകവും സിബും പൊട്ടി. മനസ്സിലാകുന്ന എന്നെ മനസ്സിലാകാനാണ് ചെയ്യുന്ന കാര്യം. ഞാൻ ഈ താടി വെക്കുന്നതിന് അല്ലാണ്ട് ഇതൊക്കെ നല്ല വൃത്തിയുള്ള താടിയാണ്. യോജന ഇതിൻ്റെ കൂറ താടി. ഇവൻ കുളിക്കത്തുമില്ല, താടിയും വൃത്തിയാക്കുകയല്ല ഇവന്. എന്നിട്ട് വിശുദ്ധയും എന്നെ മുട്ടനായിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ തരികയല്ല, പോടാന്ന് പറഞ്ഞു. മീശ വെക്കുന്നവർ മീശ വെക്കുമ്പോൾ ഞായറാഴ്ച എഴുന്നേറ്റ് കുറഞ്ഞ പക്ഷേ ഞായറാഴ്ചയെങ്കിൽ അത് വൃത്തിയാക്കണം. താടിയുള്ളവർ മീശ വെക്കുന്നവർ അതൊക്കെ നല്ല വൃത്തിയാക്കണം. ഇപ്പം അതിനുള്ള മെഷീനൊക്കെ കിട്ടുന്നെന്നാണ് കേൾക്കുന്നത്, ഇല്ലയോ? അവൻ കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, അങ്ങനെ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ആരുടെ മുഖത്ത് പോടാ കുളിക്കാൻ നിനക്കില്ലാത്തവൻ. കർത്താവെന്നോ അതിനാ എനിക്ക് നല്ല ബുദ്ധി ഉണ്ടാകാനെന്നോ? ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. പ്രാർത്ഥിച്ചൊതുക്കാന്നൊന്നും നോക്കണ്ട. അത് വേറെ കേസ്. അപ്പം നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം, യോഹന്നാനെയും പത്രോസിനെയും കണ്ടപ്പോൾ ഈ ഭിക്ഷക്കാരന് തോന്നി ഇവൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇവരുടെ കയ്യിൽ. അതുകൊണ്ടാണ് ഇവൻ ഭിക്ഷ ചോദിച്ചു, വല്ലത് കിട്ടുമെന്ന് കരുതി. അപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ, അങ്ങനല്ലേ ദൈവദാസി ആ ഭാഗം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചേ ആ ഭാഗം. ചടിക്കടാന്ന് പെട്ടെന്ന് വായിര്. വായിര്. അപ്പോസ്തല പ്രവൃത്തി 3:1 മുതൽ വായിച്ചു. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയയപ്പാൻ ദിനംപ്രതി സുന്ദരമെന്ന ദൈവാലയ ഗോപുരവാതിൽക്കൽ ഇരുത്തുമാറുണ്ട്. പിന്നെ അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ പ്രവേശിക്കുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ സൂക്ഷിച്ചു നോക്കി. അവനെ സൂക്ഷിച്ച് ഉറ്റുനോക്കി. അല്ലേ? സൂക്ഷിച്ചെന്നാ വായിച്ചത്. അപ്പം അത് വായിക്കണ്ട.
ഈ പുസ്തകം വായിക്കണം. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. അതാ ഇത് കുഴപ്പമൊന്നുമില്ല, എന്നാലും ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളാണ് നല്ലത്. അതിൻ്റെ പ്രയോഗവും ഭാഷയാണ് കുറച്ചുകൂടെ മെച്ചം. അപ്പൊ ശ്രദ്ധിക്കുക, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ ഐക്യത. രണ്ടുപേരും കൂടെ ചേർന്ന് അവനെ ഇന്നെല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. പത്രോസ് പറയാം നമുക്ക് നോക്കാം. നോക്കുമ്പം യോഹന്നാൻ അങ്ങോട്ട് നോക്കും, യോഹന്നാൻ നോക്കുമ്പോൾ പത്രോസ് അങ്ങോട്ട് നോക്കും. പക്ഷേ ഇവിടെ അങ്ങനല്ല, രണ്ടുപേരോട് ചേർന്ന് ഉറ്റുനോക്കി. ഞാനൊരു കാര്യം പറയാം, ആര് നോക്കിയാലും കൊള്ളാം, യേശുവിൻ്റെ നാമം ഉയരണം. നമ്മുടെ കുട്ടനാട്ടിലൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്കറിയാം, ആര് കുത്തിയാലും അരി വിളക്കണം. അത് പഴഞ്ചൊല്ല, വാക്യമൊന്നും അല്ല തപ്പരുത്. അപ്പോൾ അതുകൊണ്ട് ആര് കുത്തിയാലും അരി വിളക്കണം എന്ന് പറഞ്ഞ പോലെ എങ്ങനെ ആണെങ്കിലും കൊള്ളാം, യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തപ്പെടണം. ചിലപ്പോൾ നിങ്ങൾ പാടുമ്പോഴായിരിക്കും അത്ഭുതങ്ങൾ നടക്കുന്നത്. ചില സഹോദരന്മാർ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ദൈവിക വിടുതൽ. നിങ്ങൾ കൈയടിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നത്. ദൈവത്തിൻ്റെ ദാസന്മാർ ശുശ്രൂഷിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നത്. ചിലപ്പോൾ ഇവർ ഈ ഗാനം ശുശ്രൂഷ ചെയ്യുമ്പോഴായിരിക്കും വിടുതൽ. എങ്ങനെയാണെങ്കിലും കൊള്ളാം, യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കിച്ച് പറയുന്ന ഒരു പദമുണ്ട്, ദൈവദാസി എന്ന് വായിച്ചേ. ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവിടെ നിൽക്ക്. പത്രോസ് യോഹന്നാനോട് കൂടി അവനെ ഉറ്റുനോക്കിച്ച് പറഞ്ഞു, ഞങ്ങളെ നോക്കാൻ. നല്ല പ്രാഗൽഭ്യമാണ്. നീ നമ്മളതാണോ പറയുന്നത്? നമ്മൾ ട്രാക്ട് കൊടുക്കുന്ന തമ്പിയുടെ ഹൃദയവും തകരുന്ന കപ്പലും സൗഖ്യമാക്കുന്ന യേശു. ലോകത്തിനെന്തോ സംഭവിക്കാൻ പോകുന്നു. ഓസോൺ പാളി കീറുന്നു, സൂര്യൻ്റെ ചൂട് കൂടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഹെഡിങ്. അതിൽ പണ്ട് തമ്പിയുടെ ഹൃദയവും തകരുന്ന കപ്പലും ഇതങ്ങോട്ട് കൊടുത്തേച്ച് പറയാം, ഞങ്ങൾ സുവിശേഷമല്ല കിടങ്ങായി എന്താ വരുന്നത്, കാവാലത്തിൽ നിന്നാണ് വരുന്നത്. ഇത് വായിക്കണം, നിങ്ങൾ യേശുവിനെ നോക്കണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നത് യേശുവിനെ. അവർ നമ്മളെയല്ലേ നോക്കുന്നത്? അമ്മ യേശുവിനെ നോക്കിയാട്ടെ. അത് നോക്കിയപ്പോൾ ടെൻഷീറ്റിട്ടേക്കുന്നത് എവിടെ ആയിരുന്നു? നാട്ടുകാരെ ടിൻഷീറ്റും അവരെ നമ്മളെയാണ് നോക്കുന്നത്. അപ്പം നമ്മളെ നോക്കണമെന്ന് പറയണമെങ്കിൽ അവരുടെ നടുവിൽ കുറച്ചൊക്കെ മര്യാദയ്ക്ക്. ചിലരൊക്കെ ഇന്ന് എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം. നിങ്ങളുടെ അയലത്ത് താമസിക്കുന്നവരോട് പറയണം, അമ്മമ്മേ ഞങ്ങൾ പെന്തിക്കോസിലായിട്ട് 34 കൊല്ലം കഴിഞ്ഞു, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളെ നോക്ക്. പറയാവോ? ഇവിടെ കിടന്ന് ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് ഷീറ്റും കൂടെ തകർക്കാവുന്നില്ല താഴോട്ട്. പിന്നെ ഇരുമ്പ് കമ്പി ആയതുകൊണ്ട് അത് പിടിച്ച് ഓടിക്കാൻ പറ്റുന്നില്ല, ഇരുമ്പായി പോയി. കസാര പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതും പിന്നെ ഞങ്ങൾ മാറ്റി. സ്തോത്രമൊക്കെ പിന്നെ പറയാം, മുട്ട് നിൽക്കുക സ്തോത്രം പറയാഞ്ഞിട്ട്. പെന്തിക്കോസിലായിട്ട് 2, 5, 8, 10, 20, 30, 40 കൊല്ലമായല്ലോ. അയലത്ത് താമസിക്കുന്ന കമലാക്ഷിയും ശ്രീധരനും, അല്ലെ അബ്ദുള്ളയും സൈനബയും, അല്ലെ നിരീശ്വരവാദി ആരുമാകട്ടെ, അക്രൈസ്തവൻ ആരുമാകട്ടെ, അവനോട് പറയണം, ഞങ്ങൾ പെന്തിക്കോസിലായിട്ട് 40 കൊല്ലം കഴിഞ്ഞു, അല്ലെ 35 കൊല്ലം കഴിഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നോക്കണം. എനിക്ക് തോന്നുന്നത് പലരും എടുക്കപ്പെട്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ശ്വാസമൊക്കെ വിട്ടു. നിങ്ങൾ ഇങ്ങനെ ഒന്ന് വല്ല വിലക്കം വേണപ്പോൾ അതിന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഫ്രീ ആയിട്ട് ശ്വാസോച്ഛ്വാസം നടത്തും. എന്നാ ചിലര് തലയിൽ നിന്ന് തുണിയെടുത്ത് മുഖം മറയ്ക്കുന്നേ ഞാൻ കാണുന്നുണ്ട്. പകുതി കൂടിയിട്ടൊന്നുമല്ല, എന്നെ കാണണമെന്ന് ഓർത്താ. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിച്ച് പറഞ്ഞു, സ്നേഹിത, സഹോദര, സുഹൃത്തെ, ഞങ്ങളെ നോക്ക്. സ്തോത്രം. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. നിങ്ങളിൽ ചിലർ നന്നായിട്ട് വിഷമിക്കുന്നത് ഞാൻ കാണും. പിന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സഹോദരങ്ങൾ രക്ഷിക്കപ്പെടാത്തവർ കാണും. ചേട്ടനോ അനിയനോ പെങ്ങളോ ഉപ്പാപ്പന്മാരോ അമ്മയുടെ അനിയത്തിമാരോ അപ്പൻ്റെ പെങ്ങന്മാരോ ഒക്കെ കാണും. അവരോട് എന്ന് പറയണം, ആട്ടെ ചിന്നമാമേ ഞങ്ങളെ നോക്ക്. കൊള്ളാം. അവനോട് കണ്ട പത്തും കൂടെ അവനെ കളിപ്പിച്ചു അതിന് മാന്തി അവന് കളയാധാരം ഉണ്ടാക്കി ചപ്പൻ ഊർപ്പജാതം പിടിച്ച പപ്പൻ്റെ തള്ളവല്ല പിടിച്ച നമുക്ക് വെണ്ടർ കുഞ്ഞുഞ്ഞിലൊക്കെ പോയി ഗോൾ കൊള്ളിച്ചെഴുതി. പിന്നെ അങ്ങനെ അവനോട് മുന്നിൽ ചെന്ന് ഞങ്ങളെ നോക്കാൻ. നോക്കോ, അവൻ നിന്നെ ഒന്ന് കാണാനിരിക്കുക. കുറേ നാൾ കൊണ്ട് നിന്നെ വന്ന് നിങ്ങൾ ചിന്തിക്കായിരുന്നു ഞായറാഴ്ച കൊണ്ട് യോഗം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി കയറ്റിയായി പറയുന്നത്. പഠിക്കുന്ന സ്കൂളുണ്ടല്ലോ,
കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ 8ലും 9ലും 10ലും +1 +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സ്കൂളിൽ കുഞ്ഞുങ്ങൾ സ്നേഹിതരോട് പറയണം, പിന്നെ കസിയ അല്ലെ സ്നേഹ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ സ്നേഹിതരോട് അതെ ഞങ്ങൾ ബന്ധുക്കോസിലാണ്, ഞങ്ങളെ നോക്കെ. അങ്ങനെ പറയാം. അവൻ്റെ സ്കെയിലും തൂക്കറവറും കൂടെ മോട്ടിച്ചുകൊണ്ട് പോന്നിരിക്കുക. ഞാൻ വിദേശത്തൊക്കെ പ്രസംഗിക്കും പറയും, ആശുപത്രി ജോലി ചെയ്യുന്നവർ ആ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയണം ഞങ്ങളെ നോക്കാൻ. അവിടുത്തെ പഞ്ഞിയും തെറിഞ്ഞും എല്ലാം മോട്ടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുക. അവരവിടെ തപ്പി ഊപ്പാട് വന്ന് കാണുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്. ഈ ഘോരഘോരം നമ്മൾ നന്നായിട്ട് പ്രസംഗിക്കുന്നത് ഒരു എഫക്റ്റാ. അവരുടെ ഇടയിൽ നന്നായിട്ടൊന്ന് ജീവിച്ചാൽ ഇത് കൺവെൻഷനും കൊണ്ട് നടത്തി മിറ്റത്ത് വരിക. കൺവെൻഷൻ നല്ലതാണ്. 10 കൺവെൻഷനിൽ എഫക്റ്റാ അവരുടെ മുന്നിൽ മര്യാദയ്ക്ക് ഒത്തിരി നഷ്ടവും വരികയല്ല. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. പത്രോസ് യോഹന്നാനോട് കൂടെ ഇവനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അത് പറയാ, വെള്ളിയ പൊന്ന് ഞങ്ങൾക്ക് ഇല്ല. നീ ഉദ്ദേശിക്കുന്നത് വെള്ളിയ പൊന്നുമാ. എൻ്റെ ഭാഷയിൽ ആ ഭാഗം ചേർത്ത് പഠിച്ചാൽ ഒരു തരി പൊന്ന് പോലും പത്രോസിൻ്റെ കയ്യിലില്ല. ഇല്ലേ, പത്രോസ് കള്ളം പറയത്തില്ല. പത്രോസ് പറഞ്ഞാനുമായിരുന്നു, സ്നേഹിത ഒരു മോതിരം, ഇത് കല്യാണത്തിനിട്ട മോതിര, ഇതല്ലാതെ എൻ്റെ ഈ വേറെ ഒന്നും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മോതിരം പോലും കയ്യിലെടുക്കാനില്ല. അതാ പറഞ്ഞ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല. എന്നാൽ പത്രോസ് പറയാ, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നസ്രയനാകുന്ന യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ക്രിസ്തു ഇല്ലയോ നിന്റെ ജീവിതം ശൂന്യമാ. എന്നാൽ ഇന്ന് രാത്രി ഭൗതികമായി വലിയ മെച്ചം, വലിയ 2 നില വീടും, എസ്റ്റേറ്റും ബംഗ്ലാവും, ഫിക്സഡ് ഡിപ്പോസിറ്റും, 4-5 വണ്ടി ഒന്നും നിനക്കില്ലെങ്കിൽ യേശു നിനക്കുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. യേശു നിന്റെ ഉള്ളത്തിൽ വന്നെങ്കിൽ, ക്രിസ്തുവേശു നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ, യേശുവിനെ നീ സ്ഥാനം കൊടുത്താൽ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞ, സ്നേഹിത വെള്ളിയ പൊന്ന് ഞങ്ങളുടെ കൈവശമില്ല, പക്ഷേ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്, നസ്രയനാകുന്ന യേശു ക്രിസ്തു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ അവൻ്റെ നരിയാണി ഉറച്ചു. അവൻ തുള്ളിച്ചാടി പഴയ സ്ഥലത്തോട്ട് പോയെന്നാണോ? അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പം സൗഖ്യമൊക്കെ പ്രാപിച്ച് തുള്ളിച്ചാടി നിന്നിടത്തൊക്കെ തന്നെ പിന്നെയും പോയി തുള്ളുക. യോഹന്നാൻ അങ്ങനല്ല, തുള്ളിച്ചാടി അവൻ വലിയ പള്ളിക്കകത്തോട്ട് കയറി. അവൻ തുള്ളിച്ചാടി പള്ളിക്കകത്ത്. ഇനി വേറൊരു ചിന്ത പറയാം, ഇഷ്ടമുണ്ടേ ചോദിച്ചാൽ മതി. സൗഖ്യമായവനെ തുള്ളിപ്പിക്കണ്ട, അവൻ തന്നെ തുള്ളിക്കോളൂ. ഇപ്പം ഈ തുള്ളിപ്പിക്കുന്ന ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ നമ്മൾ പറഞ്ഞേ, പുള്ളിയെ കൂടെ നമുക്കൊന്ന് വിളിക്കാം, അതിനെ പുള്ളി ഇളക്കും. പുള്ളി അങ്ങനെയാണ് നീ ഹൈ റേഞ്ചിൽ പോകുന്ന, അവിടെ കപ്പയ്ക്ക് കുഴയ്ക്കാൻ ആളില്ലാതിരിക്കുക. നന്നായിട്ടൊന്ന് പോയി കല്യാണ സദ്യക്ക് പോകണം, കാരണം നന്നായിട്ട് ഇളക്കേണ്ട ഒത്തിരി സാധനം കൂട്ടാൻ അവിടെ വലിയ വാർപ്പിനകത്തല്ലേ ഉണ്ടാക്കും. നന്നായിട്ട് ഇളക്കണം. നീ അങ്ങോട്ടൊന്ന് പോകുന്നത് നല്ലത്, അവർക്കൊന്നിലും ഗുണം വരും. ഈ സൗഖ്യമായവനെ തുള്ളിപ്പിക്കണ്ട, അവൻ തന്നെ തുള്ളിക്കോളും. ഇനി മറുവശം, യേശു ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവനോട് പറയാ, തുള്ളരുതെന്ന് പറഞ്ഞാലും അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ തുള്ളലിനെതിരെയല്ല, നൃത്തം ചെയ്ത് വേണം ദൈവത്തെ ആരാധിക്കാൻ. പക്ഷേ ആർട്ടിഫിഷ്യലായിട്ട് തുള്ളിപ്പിക്കാൻ തുള്ളുകൊന്നും വേണ്ട. സൗഖ്യം പ്രാപിച്ചവൻ തന്നെ തുള്ളും. ഇനി അവനോട് തുള്ളരുതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷ ഞാൻ പറയും, ഇയാളുടെ പണി നോക്കി ഞാൻ തുള്ളുമെന്ന് പറയാം. കാരണം ബർത്തിമായിയോട് പറഞ്ഞല്ലോ മിണ്ടാതിരിക്കാൻ. പലരും മുൻനടക്കുന്നവർ. അപ്പം അവൻ പറഞ്ഞത്, ആരൊക്കെ പോയി പണി നോക്ക്. അവൻ വളരെ ശക്തിയോടെ പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കാരണം ഏറ്റവും അധികം നിലവിളിച്ചെന്നാ. യേശു ക്രിസ്തുവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും. അവനോട് പറയാം, ഈ ഏരിയയിൽ കാണരുതെന്ന് പറഞ്ഞാൽ അവൻ പിറ്റേ ദിവസം അവിടെ വരും. ഇവിടെ ലഘുലേഖയൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവൻ പിറ്റേന്ന് ഒരു കെട്ട് ലഘുലേഖം കൂടെ അങ്ങനെയൊക്കെയാണ്. അവൻ വിടുതൽ പ്രാപിച്ചവനാ. അവന് മിണ്ടായിരിക്കാൻ ഒക്കത്തില്ല. അവനോട് പറയുക, ഈ ഏരിയ ഞങ്ങളുടെയാണ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എടുത്തോ, ഞങ്ങൾ ഞങ്ങളുടെ എടുത്തോളാം, അതിൽ കാര്യം നടക്കുമെന്ന് പറയും. സൗഖ്യം പ്രാപിച്ചാൽ അടങ്ങി നിൽക്കത്തില്ല. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. സൗഖ്യം പ്രാപിച്ചവനെ തുള്ളിപ്പിക്കണ്ട, അവൻ നൃത്തം ചെയ്തോളും. അവനോട് മിണ്ടരുത്, തുള്ളരുതെന്ന് പറഞ്ഞാൽ അവൻ പറയും, ഇയാളുടെ പണി നോക്ക്, എൻ്റെ യേശു സൗഖ്യമാക്കിയതാണ്, എനിക്ക് മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല, എനിക്ക് അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ദാവീദ് പറഞ്ഞപ്പോൾ, ഞാൻ ഇനി യഹോവയെ സ്തുതിക്കും, ഞാൻ ഇനിയും യഹോവയെ വാഴ്ത്തും. അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പം എന്തായാലും കൊള്ളാം, ഇവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൻ്റെ ഉള്ളിൽ കയറി. പരീക്ഷന്മാർക്കും ശാസ്ത്രന്മാർക്കും ഭയമായി. ഇതിന് കാരണക്കാരാകുന്ന പത്രോസിനെ യോഹന്നാനെ പിടിച്ച് ശാസിച്ചു, ഉപദ്രവിക്കാൻ വട്ടം കൂട്ടി, പീഡിപ്പിച്ചു. എന്തിനേറെ, അന്ന് മുതൽ ദൈവസഭയ്ക്ക് പീഡ തുടങ്ങി. അന്ന് മുതൽ തുടങ്ങിയതാ, ഇന്ന് വരെ തീർന്നിട്ടില്ല, ഇനി തീരത്തുമില്ല, ഇത് വർദ്ധിക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ അതുകൊണ്ട് ആ പീഡ എന്ന മുതൽ തുടങ്ങി ചരിത്രം പഠിക്കുന്ന നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ അറിയാം. യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, പത്രോസിനെ കൊല്ലുവാനായിട്ട് 4 ചേവകളുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു. സഭ പ്രാർത്ഥിച്ചു. അവൻ അനേക കുടുംബങ്ങളെ, അവൻ പൗലോസ് എന്ന് പറഞ്ഞൊരു യൗവനക്കാരൻ, ആ യുവാവ് അനേക ഭവനങ്ങളിൽ കയറിയിറങ്ങി സ്ത്രീകളെ പിടിച്ചു വലിച്ചടച്ച് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു, വീട് തോറും കയറി ഉപദ്രവിച്ച് മുടുകയാണ്. അങ്ങനെ ആദിമസഭയ്ക്ക് പീഡ, ചിലർ ചെതറിപ്പോയി, ചിലർ പിന്മാറി, ചിലർ തളർന്നു. ആ പീഡാചരിത്രമൊന്നും ഞാനിപ്പം വിസ്തരിക്കുന്നില്ല. ചരിത്രം പറയുന്നത് റോമ പട്ടണത്തിന് തീ വെച്ചു, റോമ പട്ടണം കത്തിച്ചു. അന്നത്തെ റോമൻ ഗവൺമെന്റ്, റോമ ഭരണാധികാരികൾ ഭരിക്കുക. അപ്പോൾ ആ കാലയളവ് റോമ പട്ടണത്തിന് തീ വെച്ച് കത്തിച്ചു. ഈ റോമ പട്ടണം കത്തിച്ചാമ്പലായി. എന്നിട്ട് നുണപ്രചരണം നടത്തി. റോമ പട്ടണം കത്തിച്ചത് ക്രിസ്ത്യാനികളാണ്. റോമ പട്ടണം കത്തിച്ചത് അത് ഏറ്റു. ഏക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? റോമ പട്ടണം കത്തിച്ചത് ക്രിസ്ത്യാനിയാണെന്ന് ഏക്കാൻ കാരണം ഈ ക്രിസ്ത്യാനികളുടെ പാട്ടിലും പ്രാർത്ഥനയിലും ഒക്കെ തീ എന്നുള്ള വിഷയം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. തീ കൊണ്ട് ഒപ്പിടും, തീ വരും, അഗ്നി, തീ. ഇപ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റാണ്. നമ്മുടെ നോട്ടീസ് വരെ എങ്ങനെ ഫയർ കോൺഫറൻസ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഏറ്റേനും. കാരണം ഇപ്പം നമുക്ക് പാട്ടുമുണ്ട്. ഇപ്പോൾ ഒരു പാട്ടുമില്ല, തീ പോലെ. എൻ്റെ പൊന്നെ, ആ പാട്ടും ഈ പോസ്റ്റർ വെക്കാൻ ആ സൂക്ഷം നമ്മളെ പിടികൂടും. മുഴുവൻ തീയാ. അപ്പം 6ാം നൂറ്റാണ്ടിലും റോമ പട്ടണത്തെ കത്തിച്ചിട്ട് പറഞ്ഞത് ക്രിസ്ത്യാനികളാ കത്തിച്ചെന്ന്. നുണപ്രചരണം അത് എഫക്റ്റായി. കാരണം അത് ഒത്തു. ഇവരായി തീയുടെ ആൾക്കാർ. അപ്പം ഇവർ തന്നെ കത്തിച്ചത്. അടുത്ത കാലത്ത് കേട്ടതല്ലയോ, ഏതോ പെന്തിക്കോസുകാരി സഹോദരിമാർ ശബരിമല കയറിയെന്ന്. ഇല്ലേ, കേട്ടതല്ലേ? ആ, പെന്തിക്കോസുകാരി 2 പെണ്ണുങ്ങൾ. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ സഭായത്തിന് പോലും ഉള്ളമാർ കൃത്യം വരുന്നില്ല. പിന്നെ അതിന് 9 സഭായം തുടങ്ങിയാൽ 10 ആകുമ്പോൾ പമ്മി കയറി ഒരു കൂടിൻ്റെ കുടുംബയും പിടിച്ച് മുടി അടിച്ചിട്ട് വരുന്നത്. ഇവിടെ വന്ന് കിടന്നാൽ മുടിയെല്ലാം കോതി കെട്ടി നരവായുള്ള ഇനി മലയ്ക്ക് പോകാൻ പോകുന്നത്. പാതക്കാനുള്ള ഹോളിലോട്ട് കയറുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അപായത്തിന് വരുന്നതിന് നിന്ന് നല്ലതാണ്. എന്തായാലും ഒരു കാര്യം പറയാം, റോമ പട്ടണത്തെ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ഇത് കത്തിച്ചത് ക്രിസ്ത്യാനിയാണെന്ന് നുണപ്രചരണം നടത്തി. അത് എഫക്റ്റായി. എന്തിനേറെ അങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഈ ക്രിസ്ത്യാനി എന്ന് ഞാനീ പറഞ്ഞത് ഇന്ന് കാണുന്നത് ക്രിസ്ത്യാനിയല്ല, അല്ല. സാക്ഷാൽ ക്രിസ്ത്യാനി ഏതാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാ. കർത്താവ് കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നവനാ ക്രിസ്ത്യാനി. ഈ ക്രിസ്ത്യാനി എന്ന പേരിട്ടത് ആക്ഷേപിച്ചിട്ട പേരാ. അത് നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്ക് പരിഹാസ രൂപേണ കിട്ടതാ. സ്തോത്രം. നമ്മളീ കാണുന്ന നല്ല ക്രിസ്ത്യാനി, അത് വേറൊരു വിഷയം, പോട്ടെ. അപ്പോൾ 6ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഭക്തന്മാർക്ക് പീഡ. അപ്പോൾ ക്രിസ്ത്യാനികളെ വകവരുത്താനായിട്ടൊരു തന്ത്രമാണ്. അപ്പോൾ ചരിത്രം പറയുന്നത് റോമ പട്ടണം കത്തി നശിച്ചപ്പോൾ പട്ടണത്തിൽ തെരുവുകളൊക്കെ പട്ടണം അന്ധകാരതപിടമായി. അപ്പോൾ ഇതുപോലെ ഈ തെരുവിന് 2 സൈഡിലും തൂണ് നാട്ടിയിട്ട് ക്രിസ്തു ഭക്തന്മാരാകുന്ന ദൈവകുഞ്ഞുങ്ങളെ ഈ തൂണോട് ചേർത്ത് ബന്ധിക്കും. ഓരോ തൂണയിലും ഓരോ ഭക്തന്മാരെ ബന്ധിക്കും. യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞാൽ രക്ഷപ്പെടും, തള്ളി പറഞ്ഞില്ലേ കത്തിക്കും. അപ്പോൾ ഓരോ തൂണയിലെ ഭക്തന്മാരെ ബന്ധിച്ചിട്ട് ചരിത്രം മെഴുകുശീല താഴെ മുതൽ ചുറ്റും. മെഴുകുശീല ചുറ്റി തലപ്പ അവിടെ കൊണ്ട് ചുറ്റി തിരി പോലെ വെക്കും. എന്നിട്ട് സന്ധ്യയാകുമ്പോൾ ഇതിന് തീ കൊളുത്തും. മെഴുകായതുകൊണ്ട് പെട്ടെന്ന് കത്തി ചാമ്പലാകത്തില്ല. അങ്ങനെ രാത്രി മുഴുവൻ കത്തി എരിഞ്ഞു നിൽക്കുക ഓരോ തൂണയിലും. അപ്പോൾ ക്രിസ്ത്യാനികൾ ചത്തൊടുങ്ങുകയും ചെയ്യും, തെരുവിൽ പ്രകാശവും കാണാം. അങ്ങനെ ആ കാലയളവിൽ ക്രിസ്ത്യാനികളെ വകവരുത്തിയത്. അതുകൂടെ കണ്ടോണ്ട പത്രോസ് ഒരു പദം എഴുതി. അവിടെ പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഇങ്ങനെ ഭക്തന്മാർ കത്തി എരിയുന്നത് കണ്ടുകൊണ്ടും കൂടെ എഴുതിയതാ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഒരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ ആരും അതിശയിക്കരുത്. താഴോട്ട് പഠിക്കുമ്പോൾ ഒരു വാക്യമുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ഈ കഷ്ടതയും ഈ ദാരിദ്ര്യവും ഈ ഉപദ്രവോ ഈ പീഡ ഈ പങ്കപ്പാടും ഈ പ്രശ്നവും ഈ ഞെരുക്കോ ഈ ദാരിദ്ര്യവും ഈ കെടുതികളെല്ലാം പത്രോസ് പറയാ ഒരല്പനേരത്തേക്കേ ഉള്ളൂ. അതല്ലേ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ച ദൈവദാസി 1-ന്റെ 6. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കുന്ന ഒരു സുദിനമുണ്ട്. ഇന്ന് നീ ദാരിദ്ര്യവും കടബാധങ്ങളും ഞെരുക്കങ്ങളും രോഗപീഠകളും പ്രതികൂലങ്ങളും സഹിച്ചായി ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം പറയാ, ഇത് അധിക നാൾ കാണത്തില്ല. സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞ ഇത് വേഗം തീരും, നീ ഇവിടെ നിന്ന് പറന്നു പോകും. ഹല്ലേലൂയ. ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ പ്രത്യാശയുള്ള വേറെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്നുള്ളതാണ് വേറൊരു സത്യം. സ്തോത്രം.
അവിടെ ഞാൻ അധികം ആ ഭാഗം വിവരിക്കുന്നില്ല. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ ഭയങ്കര പീഡ കഷ്ടത. ഇങ്ങനെ റോമൻ ഗവൺമെന്റ് പീഡകൾ അടിച്ചു. ഡൊമീഷ്യന്റെയും നീറോയുടെയും കാര്യം ഇപ്പം ഞാൻ പൊതുവിൽ പറയുന്നില്ല. അത് പീഡശക്തമായി യോഹന്നാൻ അപ്പോസ്തലൻ എന്ന് പറയുന്ന ഈ ഭക്തനായ മനുഷ്യനെ പീഡിപ്പിച്ചു. ചരിത്രം പറഞ്ഞത് യോഹന്നാനെ ഉപദ്രവിക്കാൻ വേണ്ടി തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ എടുത്തിട്ടെന്നുള്ളതാണ്. ചെമ്പിനകത്ത് എണ്ണ തിളപ്പിച്ച്, ഞാൻ പണ്ട് സൂചിപ്പിച്ചതാ, ചെമ്പിനകത്ത് എണ്ണ തിളച്ചേച്ച് യോഹന്നാനോട് പറഞ്ഞു യേശുവിനെ തള്ളി പറഞ്ഞാൽ ഇടത്തില്ല. പക്ഷേ യേശുവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഈ ചെമ്പിനകത്ത് തീ കൂട്ടി എണ്ണ വിട്ട് തിളക്കുക, ഇതിനകത്ത് ഇടും. യോഹന്നാൻ പറഞ്ഞ യേശുവിനെ ഞാൻ തള്ളി പറയത്തില്ല. അതെന്നാന്ന് വെച്ചാൽ ഞാൻ തള്ളി പറയത്തില്ല, ഞാൻ അവൻ്റെ മാറോട് ചേർന്നിരുന്ന ആളാണ്. തന്നെയല്ല, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഞാൻ അനുഭവിച്ചവനാണ്. ഞാൻ യേശുവിനെ തള്ളി പറയത്തില്ല. അപ്പോൾ പറഞ്ഞു തീയുടെ ആക്കം കൂട്ടുക, എണ്ണ വെട്ടി തിളയ്ക്കുക, ഇടും. യോഹന്നാൻ പറഞ്ഞ് എനിക്ക് വിഷയമല്ല. യോഹന്നാൻ ഏൽപ്പിച്ചു കൊടുത്ത് എടുത്തിട്ടോളാൻ പറഞ്ഞു. അവർ യോഹന്നാൻ എടുത്ത് ഈ തിളച്ച എണ്ണയ്ക്കൊക്കെ തിട്ടെന്നുള്ളതാണ്. കാരണം യോഹന്നാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ഞാൻ സേവിക്കുന്ന ദൈവം തീയുടെ ബലത്തെ കെടുത്തുന്നവനാ, ഞാൻ ആരാധിക്കുന്ന ദൈവം തീയുടെ ബലത്തെ കെടുത്തുന്നവനാ. അതിലെയോ പണ്ട് 3 ബാലകന്മാരെ എടുത്ത് തീക്കുണ്ടത്തിനൊക്കെ തൊട്ടിട്ട് രാജാവ് ചോദിച്ചു, അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഭാഷ കുട്ടനാടൻ ഭാഷ പറയാ, ദേവിയെ നമ്മൾ 3 പേരെ അല്ലയോടാ തീക്കകത്ത് ഇട്ടത്, എന്നിട്ട് ഇപ്പം 4 പേരാണല്ലോ അതിനകത്തൂടെ നടക്കുന്നത്. അവന് സ്തോത്രം. നീ തീക്കകത്തൂടെ പോകുമ്പോൾ മേറെ നിൽക്കുന്ന ദൈവമല്ല, നിന്റെ കൂടെ നടന്നു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അഗ്നിയോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ മേറെ നിൽക്കുന്നൊരു ദൈവമല്ല, ആ തീക്കകത്ത് വെളിപ്പെടുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പൊ യോഹന്നാന് തീയും തീച്ചൂളയൊന്നും വിഷയമല്ല. യോഹന്നാൻ പറഞ്ഞെടുത്തിട്ടാൻ പറഞ്ഞു, കാരണം ഞാൻ സേവിക്കുന്ന ദൈവം തീയുടെ ബലത്തേക്ക് എടുത്തുന്നവനാണ്. പിന്നെ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഈ എണ്ണയ്ക്കകത്ത് എടുത്ത് ഈ എണ്ണ തിളക്കിയല്ലേ, യോഹന്നാൻ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുക ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാണ്. കാച്ചെണ്ണ അതിനാന്ന് ചോദിച്ചാൽ പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഇല്ലേ, ആ പ്രായമാകുമ്പോൾ അങ്ങനെയുള്ള ചിന്തയെ വരാവൂ. ഇച്ചിരി കുഴമ്പ് അസനമനുഷ്ഠാതി അല്ലേ, വില വിളിച്ചാതി എണ്ണ, തന്നന്തരം അല്ലെ, ഇച്ചിരി കഷായം, കൂടെ കൂടെ വായുവിൻ്റെ അസുഖം, ജീരകാരിഷ്ടവും ദശമൂലാരിഷ്ടവും കൂടെ പപ്പാതി മൂടുത്തൊരു കുപ്പിക്കകത്ത്. പ്രായമാകുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ. പിന്നെ നമ്മളെ ഇടയിലുള്ള പ്രായമുള്ളവർക്ക് ചിന്ത, പ്രായമാകുമ്പോൾ ഒരു മുടുത്ത ബൈബിള്, വലിയ അക്ഷരത്തിൻ്റെ ഒരു ബൈബിൾ കിട്ടിയാൽ കൊള്ളാം, ഒരു സിയോൻ കിതാബിൽ പാട്ട് പുസ്തകം, പിന്നെ വെള്ളയെടുത്തിൻ്റെ ഒരു ഇതൊക്കെയാണ്, പിന്നെ സ്വോത്രകാഴ്ച ഇടാൻ 10 രൂപ, യോഗത്തിന് പോകാൻ ഒരു വണ്ടിയോ അതിൻ്റെ ക്രമീകരണങ്ങളോ, ഇതൊക്കെയല്ലേ പ്രായമാകുമ്പോൾ ആഗ്രഹം. പിന്നെ അഷ്ടിക്ക് അല്പം കഞ്ഞി, ഇതൊക്കെയാണ് നമുക്ക് ചിന്ത. അതോ വേറെ വല്ല ചിന്തയുണ്ടോ? ഓട്ടോ ഇരിപ്പം കണ്ടിട്ട് വേറെ ഏതാണ്ടല്ല ഉണ്ടെന്നാണ് തോന്നുന്നു. അപ്പോൾ പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് ആ ചിന്തകളിതാ. എൻ്റെ ഒരു ചിന്തയാ, ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം. പക്ഷേ കാച്ചെണ്ണ കിട്ടുന്നില്ല. എണ്ണയില്ലാഞ്ഞിട്ടല്ല, മറുപടി കാച്ചെണ്ണ മേടിക്കാൻ കാശില്ല. ആദിമ നൂറ്റാണ്ടിൽ ആ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ അങ്ങനെ വലിയ കാശും പുത്തനും ഒന്നുമില്ല, എല്ലാം പരുവക്കേടാ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്ന് ദാഹിച്ച് ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതിരിക്കുന്നതാണ്. ഒന്ന് വായിച്ചിട്ട് ചടയുന്ന 4-ന്റെ 10 മുതൽ. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനവീനർ. അടുത്തത്, ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനമാണ് എന്ന് പറഞ്ഞാൽ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. അതാ ഞങ്ങൾ ബഹുവചനം. ഈ നാഴിക വരെ ഞങ്ങൾ അപ്പോസ്തലന്മാരാകുന്ന ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ. അത് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യമാണ്. എന്തുവാ സ്ഥിരവാസം എന്ന് പറഞ്ഞാൽ? സ്വന്തമായിട്ട് വീടും മത്തുവൊന്നും ഇല്ലെന്ന്. തോമാസിനെ പറ്റിയൊക്കെയായി വായിക്കുന്നത്. ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനം, പൗലോസും തോമാസും അന്ത്രയോസും ഒക്കെ അങ്ങനല്ലേ? എത്ര 12 പേരല്ലേ? പ്രാതാക്കൾ പത്രോസ്, അന്ത്രയോസ്, യാക്കോബും യോഹന്നാനും പാടിയിട്ടുണ്ടല്ലേ? മറന്നുപോയോ? പ്രാതാക്കൾ പത്രോസ്, അന്ത്രയോസും യാക്കോബും യോഹന്നാനും ബർത്തോലോമായി മത്തായി അൽപായി തനയൻ യാക്കോബും യാക്കോബിൻ ഭ്രാതാവാകും യൂദാസ്കരിയോത്തും. അപ്പൊ 12 എണ്ണം. എവരെ പറ്റി ഇവിടെ വായിക്കുക. ഈ നാഴിക വരെ ഞങ്ങൾ, ഏതാ? പീറ്റർ മുതൽ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഫിലിപ്പോച്ചനും സകല എണ്ണവും. ഈ നാഴിക വരെ ഞങ്ങൾ ധാരാളം കൊണ്ടെടുക്കാൻ, എല്ലാം വിസ്തരിക്കാന്നില്ല, തിരുവാസം കൂടാറാണ്. അന്നേരം പറയാം അന്ത്യോക്യ സിംഹാസനം ഉണ്ടെന്ന്. എടാ വിഡ്ഢി, ഒരു കൊരണ്ടി പോലും ഇല്ലായിരുന്നു. പോഷ, നീ ആദ്യം വേറെ പുസ്തകം വിശ്വസിക്കേ. എന്നാലും പറയാം അന്ത്യോക്യ. എന്നിട്ട് കുറെ പറഞ്ഞ അന്ത്യോക്യ അല്ലടാ, വത്തിക്കാനില്ല. അന്ത്യോക്യയിലും സിംഹാസനില്ലായിരുന്നു, വത്തിക്കാനിലും ഇല്ലായിരുന്നു, കോട്ടയത്തിനടുത്ത് ദേവലോകത്തും ഇല്ലായിരുന്നു, ചിങ്ങവനത്തും ഇല്ലായിരുന്നു, കുമ്പനാട്ടും ഇല്ലായിരുന്നു, പുനലൂരും ഇല്ലായിരുന്നു, തിരുവല്ലായിലും ഇല്ലായിരുന്നു, ചിങ്ങവനത്തും ഇല്ല. ഓരോ സ്ഥലത്തും
അതൊക്കെ അടുത്ത കാലത്തല്ലേ ഇതൊക്കെ ഉണ്ടായത്. ആരവ നൂറ്റാണ്ടിൽ ഇവർക്കൊന്നും ഒരു ക്വാറന്റി പോലും. അന്ന് ഭക്തന്മാരൊക്കെ കേരളത്തിലും അങ്ങനെ ഭക്തന്മാർ ആദ്യ നൂറ്റാണ്ടിൽ പാടിയില്ലയോ? നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വരാനേറെയാളുമില്ല. നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വരാനേറെയാളുമില്ല. മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക്, ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാമി നമുക്ക് പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. ഓ പോകാമിനി നമുക്ക് പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. അപ്പോൾ അവിടെ നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വരാനേറെ ആളുമില്ല. പരമ മോടിയുള്ള വസ്ത്രം മേനിമേ ചുറ്റാൻ ഏനവുമില്ല. പക്ഷെ ആനന്ദത്തിനൊരു കുറവുമില്ല. എങ്ങനെ ആനന്ദം? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുക. ഇവിടെ വളരെ വ്യക്തമായിട്ട് വേറെ പുസ്തകത്തിൽ കാണുക, ഈ നാഴിക വരെ ഞങ്ങൾ അപ്പോസ്തലന്മാർ ഒന്നുകൂടെ വായിച്ചു, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും. ഇതാണ് 4 നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ രീതി. അതെ, ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല. ഇങ്ങനെ കഷ്ടതയും ദാരിദ്ര്യവും ഞെരുക്കവും കൂടെ. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ ഇച്ചിരി കാച്ചെണ്ണ മേടിക്കാന്നൊക്കെ ആശിച്ചു. പക്ഷേ കാശില്ല. തന്നെയല്ല, ഇവർ സേവിക്കുന്ന യേശുക്രിസ്തുവിന്റെ കയ്യിലും കാശില്ല. കയറിക്കിടക്കാൻ വീടില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല, കരം കൊടുക്കാൻ കാശില്ല, ഇരുന്ന് പ്രസംഗിക്കാൻ പുൾപ്പിറ്റില്ല. അതുകൊണ്ടല്ലോ ശീമോനോട് പറഞ്ഞത് പടക അല്പം ഒന്ന് നീക്കി ഞാനൊന്ന് ഇരിക്കട്ടെ. പ്രസംഗം അടിക്കാനായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള നഗരത്തിൽ ചെല്ല്, അവിടെ ആ ഒരു മനുഷ്യൻ ഒരുപാട് വെള്ളവും കോരിക്കൊണ്ട് വരും, എതിരെ ചെല്ല്, അവൻ്റെ കൂടെ ചെല്ല്, അവിടെ ഒരു വീട്ടുകാരൻ കാണാം, അവൻ ചോദിക്കും, വിരിച്ചൊരിക്കും മാളിക കാണിക്കും എന്ന് പറഞ്ഞാൽ യോഗം നടത്താൻ സ്ഥലമില്ല. യെരുശലേമിൽ പോകാൻ വണ്ടിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ല്, അവിടെ ആര് കയറിയിട്ടില്ല കഴുതയെ അടിച്ചോണ്ട് പോവാ, ആരെങ്കിലും ചോദിച്ചാൽ ഗുരുവിന് ആവശ്യമുണ്ടെന്ന് പറ. ഈ കരുതപ്പുറത്തില്ലയോ ക്രിസ്തു യെരുശലേമിലേക്ക് പോയത്? അപ്പം നമുക്ക് തുല്യമായി സകലത്തിൽ പരീക്ഷിക്കപ്പെട്ട നസ്രയനാകുന്ന ക്രിസ്തു ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാകി, ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗൃഹം പുൽക്കൂടാകി, വഴിയാധാര ജീവിയായി ഭൂലോകത്തിൽ സഞ്ചരിച്ചു. വഴിയാധാര ജീവിയായി ഭൂലോകത്തിൽ സഞ്ചരിച്ചു. ആകാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. കർത്താവേ നിൻ രൂപമേ എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപമേ എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലുള്ള രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലുള്ള രൂപം വേറെ. ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ സകലതും വിട്ടനുഗമിക്കുക. അതുകൊണ്ട് ഓടിച്ചങ്ങ് പോകാം. കാച്ചെണ്ണ മേടിച്ചാൽ കൊള്ളാം, നാശം വന്നെങ്കിലും കാച്ചെണ്ണ മേടിക്കാൻ കാശില്ല അപ്പോസ്തലന്മാർ. അപ്പൊ ഈ നല്ല ആഗ്രഹത്തെ ദൈവം നടപ്പിലാക്കി തരും. ഒരല്പ കാച്ചെണ്ണ ഞാൻ പുള്ളി ഉദ്ദേശിച്ചത്, പക്ഷേ ദൈവം കൊടുത്തപ്പോൾ ഒരു ചെമ്പ് നിറച്ച് കാച്ചി കൊടുത്തു. ഞാനൊരു വാക്യം ഇങ്ങോട്ട് കടമെടുത്ത് വെക്കുക, സബ്ജക്റ്റ് വേറെ ആണെന്നില്ല, പദം ഇങ്ങോട്ട് എടുത്ത് വെക്കുക. ചോദിക്കുന്നതിലും അല്പ കാച്ചെണ്ണ ചിന്തിച്ചപ്പോൾ ഒരു ചെമ്പ് നിറച്ച് കാച്ചി ഇട്ടിരിക്കുക. ഉപദേശിയെ പിടിച്ച് കാച്ചെണ്ണയ്ക്കകത്തിട്ടു. എൻ്റെ ഭാഷ പറഞ്ഞാൽ എണ്ണ അങ്ങ് തണുത്തു. ഇട്ടവന്മാർ ഓർത്തത് ഉപ്പേരി വറുത്ത് കോരുമ്പോൾ ഉപദേശിയെ ഒരാൻ ഉപ്പേരി വറക്കാൻ കോരാൻ നോക്കുമ്പോൾ ആ പുള്ളി ഇട്ടതിനേക്കാളും പെരുമൂച്ചിട്ടാണ് വെളിയിലോട്ട് ചാടിയത്. എൻ്റെ ഭാഷ പറഞ്ഞ് അങ്ങോട്ടിട്ടപ്പം ഞരമ്പും എല്ലാം ഒരുമാതിരി പുരുങ്ങി പടഞ്ഞാണ് കിടന്നത്, പ്രായമല്ലേ. ഇങ്ങോട്ടിട്ടപ്പം കോട്ടയ്ക്ക് പോയി ഒരാഴ്ച തിരുമേച്ച് വന്ന പ്രതീതിയാണ് പുള്ളി. ഇട്ടതിനേക്കാൾ മൂച്ച. അപ്പം ഇട്ടവന്മാർക്ക് മനസ്സിലായി വിത്തുങ്ങളെ തീക്കാത്തിട്ടാലെന്നും നിന്നോട് തന്നെ ഒരു ഉപദേശിയെ തല്ലിയെന്നോർത്തൊന്നും ഇവിടെ വേലയൊന്നും പോകാറില്ല. ഇപ്പം പിന്നെ തല്ലുകൊണ്ട് ഇപ്പം പിന്നെ ആരാണ്ടൊക്കെ തിരിച്ച് തല്ലുന്നെന്ന് കേൾക്കുന്നു. അത് പിന്നെ തോത്താന്നൊക്കെ പറഞ്ഞതെല്ലാം കൊണ്ട് ഞാൻ അതുകൊണ്ട് തല്ലുന്നവരും ചൂട്ടിച്ചോണം, എല്ലാവരെയും ഒന്നും കയറി കൈവെക്കരുത്. തിരിച്ച് തല്ലുന്നവരും ഉണ്ടെന്നൊക്കെ തല്ലി നോക്കാൻ നേരം അറിയാം. അപ്പം എന്നെ തല്ലി അന്ന് ഞാൻ തോത്രം പറഞ്ഞാൽ കൊണ്ടുവച്ച് എനിക്കന്നേ പേടിയാം.
നമുക്ക് മുളച്ചാത്തൊക്കെ ചാടുന്ന തിട്ടമുള്ളതുകൊണ്ട് കടലിനകത്തൊക്കെ ഞാൻ അതിൻ്റെ പരുവത്തിനങ്ങ് പോകും. സ്തോത്രം. അത് എന്തായാലും ഒരു കാര്യം കൊള്ളാം, തല്ലി ഒതുക്കാന്ന് നോക്കിയാൽ ഈ മാർഗം ഒതുങ്ങുകയല്ല. അതിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഞങ്ങളുടെ നാട്ടിലെ കാവാലത്ത് പണ്ട് സുവിശേഷമായിട്ട് വന്നൊരു ഉപദേശം ഉണ്ടെന്ന്, വാലുപറമ്പിൽ മത്തായി ഉപദേശി. അദ്ദേഹം ദൈവസഭയുടെ പഴയ ശുശ്രൂഷകനാണ്, വാലയിലെ. അപ്പോൾ അദ്ദേഹം പണ്ട് കാവാലത്ത് വന്ന് സുവിശേഷമയിലേക്ക് അവിടെ ആദ്യമായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ വീടുകൾ കയറി സുവിശേഷം പറയുമ്പോൾ ഞങ്ങളുടെ അവിടെ അച്ഛനുണ്ടായിരുന്നു, ജോയിച്ചൻ, പുതിയാക്ക ജോയിച്ചൻ, വടിവാള് ജോയി എന്നാണ് വിളിക്കുന്നത്. വടിവാള് ജോയി പേര് കേൾക്കുമ്പോൾ അറിയാം. വടിവാള് ജോയി പറഞ്ഞാൽ വടിവാളാ, പഴയ ആൾ. ഇപ്പോഴത്തെ പിള്ളേർക്കാർക്ക് അറിയത്തില്ല. ഒരു 30-35 വർഷം മുമ്പ് പഴയ ആൾക്കാരോട് എന്ന് ചോദിക്കണം, വടിവാള് ജോയി എന്ന് ചോദിക്കും. പുതിയാക്ക ജോയി അല്ലേ വടിവാള് ജോയി? എന്നാന്നറിയാലോ, അത് അനുഭവിച്ചവർ കാണും അത്ര തന്നെ. അപ്പോൾ ഈ വടിവാള് ജോയിച്ചൻ വാലുപറമ്പിൽ മത്തായി ഉപദേശി സുവിശേഷമായിട്ട് അവിടെ വന്നപ്പോൾ ആ സാധുവായ ദൈവദാസൻ ഓടിച്ച് വടിവാളുമായിട്ട് പറഞ്ഞു. ഉപദേശി പാഞ്ഞു ഓടിച്ച് കൂട്ടിയിട്ട് കൊണ്ട് കയറ്റി. എനിക്ക് നാറ്റിച്ചാടിയതാണെന്നോ വോട്ട് വന്ന് കയറിപ്പോയതാ, എന്തോ പരുവക്കേടായിപ്പോയി. പക്ഷേ പെന്തിക്കോസ് അവിടെ നിന്നില്ല. നീ കാവാലത്തോട്ട് വാ, വടിവാള് ജോയി ഇപ്പം ഞായറാഴ്ച എൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നെ തല്ലുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ജോയി ഞായറാഴ്ച അവിടെ വാ. വാലുപറമ്പി ഉപദേശിയെ വടിവാളിനുമായിട്ട് ഓടിച്ച് ഉപദേശിയെ ഓടിപ്പിച്ച് വിട്ട ആളെ ഉപദേശിയാണെങ്കിൽ ജ്ഞാനത്തിന് പോയി. ജോയിയെ ദൈവം തൊട്ടു. വടിവാളെ നാർത്ത വെച്ചേച്ച് വേദപുസ്തകം ജോയി കയ്യിലെടുത്തു. അതായി മാർഗം. ഉപദേശി തിരിച്ചടിച്ചില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അതുകൊണ്ട് ഈ കയറി ഉതയ്ക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. നീ മുള്ളിനോട് കയറി ഉതയ്ക്കരുത്. സ്തോത്രം. ഒന്നെങ്കിൽ നീ ഇതിനകത്ത് വരും, ഇല്ലെങ്കിൽ നീ പോക്കസ്യ. ഒരല്പ സംസ്കൃത ചൊവയിരിക്കട്ടെ. കല്ലിശ്ശേരി പണ്ട് ഒരു വേല ഉണ്ടായിരുന്നു, കല്ലിശ്ശേരി വേല. ഒരു 80-90 വർഷം മുമ്പ്. അന്ന് TG ഉമ്മച്ചൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠനായ ദൈവദാസൻ, കണ്ടിട്ടുള്ളവർ ചിലർ ഇതിനകത്ത് കാണും. TG ഉമ്മച്ചനെ 7 അടി പൊക്കത്തോളം വരും, ആചാന ബാഹു. അദ്ദേഹം കല്ലിശ്ശേരി വന്ന് വേല ചെയ്യുകയാണ്. അപ്പം അന്ന് ഈ പത്തിച്ചിറ യോഹന്നാച്ചൻ, പത്തിച്ചിറ പഴയ പ്രവാചകനാണ്. പത്തിച്ചിറ യോഹന്നാച്ചനും ഭക്തൻ കുട്ടിയപ്പച്ചനും. ഭക്തൻ കുട്ടിയപ്പച്ചനാണ് കല്ലിശ്ശേരിലെ ആദ്യത്തെ വേല തുടങ്ങുന്നത്, പെന്തിക്കോസ് വേല. അന്ന് തേക്കാട്ടിൽ TN വർഗീസ്, TN പ്രകാശ് സാറുണ്ട് തേക്കാട്ടിൽ. താമരപ്പള്ളി TC കോച്ചിയുടെ അപ്പൻ, ബഹ്റൻ തങ്കച്ചൻ്റെ അപ്പൻ, ഇവരൊക്കെ അന്നത്തെ പഴയ വിശ്വാസികളാണ്. പുത്തത്തെ അവറാച്ചൻ. അപ്പോൾ ഇങ്ങനെ വേലയുടെ ആരംഭ സമയം ഇവർ രാത്രിയോഗം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഹൈന്ദവ സ്നേഹിതൻ, മുമ്പേ കേട്ടതുപോലെ അവൻ്റെ കുൽസിത ശ്രമമാണ്. സുവിശേഷം ഇഷ്ടപ്പെടാഞ്ഞിട്ട് ആദ്യം ഒറ്റയടിക്ക് പത്തിച്ചിറ യോഹന്നാച്ചൻ താഴെ പോയി. രണ്ടാമത് തിരിഞ്ഞു വെട്ടിയപ്പം ഭക്തൻ കുട്ടിയച്ഛനും താഴെ തറ കിടക്കുക. ഉമ്മച്ചനിട്ട് ഇടിച്ചപ്പോൾ ഉമ്മച്ചൻ താഴെ. ഉമ്മച്ചൻ നല്ല ഉമ്മച്ചൻ സ്തോത്രമെന്നും പറഞ്ഞു നിന്നു. ഇടിച്ചിടിച്ച് അവൻ രൂപാട് വന്നു. അപ്പം മൂപ്പിലെ വീട് നില്ലെന്ന് കണ്ടപ്പോൾ വീട് നിർത്തിയച്ചങ്ങ് പോയി. പിന്നെ ഉമ്മച്ചൻ തന്നെ മറ്റേ 2 പേരെ എഴുന്നേൽപ്പിച്ച് 3 പേരോട് നടന്ന് ഞങ്ങളുടെ ചെട്ടിപ്പറമ്പിലെ കൊച്ചൂട്ടിച്ചൻ്റെ വീട്ടിൽ വന്നു. ചെട്ടിപ്പറമ്പിൽ കൊച്ചൂട്ടിച്ച് അവിടെ വന്ന് രാത്രി കൊച്ചമ്മ വെള്ളമൊക്കെ അനത്തി ചൂടുമൊക്കെ വെച്ച് ഒരു പരുവത്തിലാക്കി. രാത്രി 2:45 വെളുക്കാറാകുക. അപ്പോൾ കരകൽ മുട്ടുന്നു, ശബ്ദം. കരകം കൊണ്ട് തുറന്നപ്പോൾ ഇടിച്ച പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെ പിന്നെ ഇടിക്കാൻ വരിക എന്നൊക്കെയാണ്. അപ്പം ഇടിച്ച പുള്ളി വിനയത്തോടെ പറഞ്ഞു, ഉപദേശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇടിച്ചേച്ച് വീട്ടിൽ ചെന്നിട്ട് കൈ താഴുന്നുമില്ല, മേലോട്ടും പോകുന്നില്ല. ഇടിച്ച കൈ ഇങ്ങനെ തന്നെ നിൽക്കുക, ഏത്താ പോലും മാറ്റാൻ ഒക്കുന്നില്ല. ഈ പരുവത്തിന് നിൽക്കുക. ചോറും പിന്നെ ഭാര്യ അങ്ങോട്ട് വാരി കൊടുത്തന്ന ഇങ്ങനെ നിൽക്കുക. അപ്പം ഭാര്യ അല്പം ദൈവപേടിയുള്ളൊരു സ്ത്രീയാണ്. അവർ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ ആ ഉപദേശോടി ഒന്ന് ക്ഷമ ചോദിക്കാതെ നിങ്ങൾ ശരിയാവുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. അർദ്ധരാത്രി തന്നെ നടന്ന് ആ ചെട്ടിപ്പറമ്പ് വീട്ടിൽ വന്ന് കടകെ മുട്ടിയപ്പോൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കൊച്ചോട്ട് ചോദിച്ചു, പിന്നെ ഇടിക്കാൻ വരികയാണോ? അപ്പം ഇടിക്കാൻ വന്നതല്ല, ഉദ്ദേശിച്ച് കൈ താടുന്നില്ല, ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുക. അതൊക്കെ നടന്ന കാര്യമാണ്. TG ഉമ്മച്ചനും പത്തിച്ചിറ യോഹന്നാച്ചനും കൂടെ ഈ മനുഷ്യൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അതൊക്കെ ഏറ്റു പറഞ്ഞു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു, കൈയും താന്നു. ഇത് എത്രയോ 100 കണക്കിന് സംഭവങ്ങൾ. ഞാനിപ്പം സന്ദർഭം വന്നുകൊണ്ട് ദൃഷ്ടിയിൽ എൻ്റെ ഓർമ്മയിൽ വന്ന 2 കാര്യം പറഞ്ഞെന്ന്. ഇത് തീക്കളിയാണ്. അതുകൊണ്ട് അടിച്ചൊതുക്കാം, മുടിച്ചൊതുക്കാം, തകർത്തൊതുക്കാന്ന് വിചാരിക്കരുത്. പോഷത്തമാ. സ്തോത്രം. കാരണം ഇത് ഉയർത്തെഴുന്നേറ്റ മാർഗമാണ്. ഇത് ചത്ത മാർഗമല്ലെന്ന്, ഉയർത്ത മാർഗമാ. ഇത് ജീവിക്കുന്ന മാർഗമാ. ഇത് ജീവനുള്ള മാർഗമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കല്ലറ തുറന്നവൻ വൈരികെ തകർത്ത്
കല്ലറ തുറന്ന പൻവയിരെ തകർത്ത് വല്ലഭനായവനേ വല്ലഭനായവനേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ നിരന്തര വന്ദനം ചെയ്തിടുവേ ശ്രീയേശുവേ വന്ദനം ചെയ്തിടുവേ. ഇത് ഉയർത്ത മാർഗമാണ്. അപ്പൊ എന്തിനേറെ ഈ എണ്ണയ്ക്കകത്ത് തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പുറത്തോട്ട് എടുത്തപ്പം മൂച്ചിട്ട് വന്നു. അപ്പം മനസ്സിലായി എണ്ണയ്ക്കകത്തിട്ട ഇതൊന്നും ചാകുകയില്ല. അപ്പോൾ ഇവർ ചരിത്രം പറഞ്ഞത് ഒരു പായ്ക്കപ്പൽ, ചെറിയ പായ്ക്കപ്പൽ കൊണ്ടുവന്ന് ഉപദേശിയെ പിടിച്ചതിനകത്തിട്ട് കെട്ടി ഗേറ്റ് അടച്ചു. ഉപദേശി ഇതിനകത്ത് വള്ളത്തെ കെട്ടിയിട്ടേച്ച് വെള്ളത്തിലോട്ട് വള്ളം തെള്ളി വിട്ടെന്ന ചരിത്രമാണ്. പ്രായമുണ്ട്. വെള്ളം വള്ളത്തിലോട്ട് തള്ളി അങ്ങോട്ട് വിട്ടപ്പം ഒരു പടയാളി, ചരിത്രം, ഒരു പടയാളി ഒരു കുന്തം കൊണ്ട് വള്ളത്തിന്റെ പള്ളയിലൊരു കുത്ത്, വള്ളത്തിന്റെ പള്ളയെ കുത്തിയപ്പോൾ അവർ ചിന്തിച്ചത് ഈ കുത്ത് കൊണ്ടിടം കിഴിഞ്ഞു. അപ്പോൾ കിഴുത്തക്കകത്തൂടെ, ഈ സുഷിരത്തിനകത്തൂടെ വെള്ളം കുറേച്ച വള്ളത്തിൽ കയറി. ഉപദേശി വെള്ളം കുടിച്ച് തീക്കകത്തിട്ടിട്ട് യാകാത്തത്. അപ്പം അങ്ങനെ ചരിത്രം വള്ളം അങ്ങോട്ട് തള്ളി അങ്ങ് വിട്ടു, ഒരു കുത്തും കൊടുത്തു. ഉപദേശിക്ക് വെള്ളവും പേടിയല്ല. അതിൻ്റെ കാരണം ഉപദേശി ഒന്നുകൂടെ അങ്ങ് ബലപ്പെട്ടു. കാരണം ഉപദേശി സ്നേഹിക്കുന്ന യേശു പണ്ട് ആ വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്നതാണ്. അത് പുള്ളി കണ്ണാലെ കണ്ടതാണ്. പണ്ട് ഇവരെല്ലാം കൂടെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് യാടി എല്ലാവരുടെ വള്ളത്തെ കയറി യേശു ക്രിസ്തു തലയണ വെച്ച് അമരത്ത് കിടന്ന് ഉറങ്ങി. ഒടുവിൽ കാറ്റും കോളും അങ്ങോട്ട് ശക്തമായി, പടക ആടി കുലഞ്ഞ് തിരമാലകൾ ഉയർന്നു. വള്ളം മുങ്ങുവെന്നായപ്പോൾ ഇവർ ഗുരുവിനെ ഉണർത്തി. അപ്പോൾ ഗുരു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. ഇതൊക്കെ കണ്ണാലെ കണ്ടതാ യോഹന്നാൻ. കറുവണ്ടാകാശമതി ഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. കറുകൊണ്ടാകാശമതി ഘോരമായി കാറ്റടിച്ചു തിരമാല ഗർവവുമായി. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി. തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. പങ്കടല്ല കയറി പോവാൻ ചൊന്നവാക്ക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. പങ്കടല്ല കയറി പോവാൻ ചൊന്നവാക്ക് ഇമ്പമോടെ കേട്ടതല്ല യാത്രയും ചെയ്തു. അടുക്കുവാനുള്ള ആശയുണ്ട് നടുക്കടലിൽ പടകുമായി. തിടുക്കമായി കടലും കോപിച്ചു. പരിപാലകനെ എന്നെ സഹായിക്കണേ, പരിപാലകനെ എന്നെ സഹായിക്കണേ. അപ്പൊ യേശു ക്രിസ്തു വരുന്നത് കാറ്റിനെ ശാസിച്ചു, ശാന്തത വരുത്തി. അത് കണ്ണാലെ കണ്ടയാളാ യോഹന്നാൻ. അതുകൊണ്ട് യോഹന്നാന് വള്ളവും വെള്ളവും ഒന്നും വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ പെന്തിക്കോസ് അങ്ങനെയാണ് ഇത് വ്യാപിച്ചത്. ഞാൻ ഒരു കുഞ്ഞാച്ചമ്മ ഉണ്ടായിരുന്നു, നല്ലൊരു സഹോദരിയാണ്, പ്രായമുണ്ട്, ചട്ടയും മുണ്ട് വാങ്ങി കൊടുക്കുന്നത്. അപ്പോൾ ചട്ടക്കാരെ മുണ്ടുകാരൊന്നും എല്ലാം ധാരിക്കാർ. ഞങ്ങളുടെ തട്ടാറിലെ കൊച്ചമ്മ ചട്ടയും മുണ്ടുവാ വന്നിട്ടുണ്ടോ ഇല്ലയോ? ആണ്ടിരിക്കുന്നത് കണ്ടോ? എഴുന്നേറ്റ് തന്നെ, നല്ല എഴുന്നേറ്റ് വയ്യെന്ന് എനിക്ക് അറിയാം. എന്നാലും എഴുന്നേറ്റ് എനിക്ക് ഉണ്ടോ ചട്ടക്കാരി? അവിടെ ദൈവം എന്തിക്കണം, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുന്നുണ്ട്. അപ്പം അന്ന് കുഞ്ഞാച്ചമ്മയ്ക്ക് ചട്ടയും കൊണ്ടുപോവാ. ഒറ്റയ്ക്ക് പെന്തിക്കോസിൽ പോയി. കമ്മൽ മാലയില്ല, ഒരു വേണ്ടാന്ന് വെച്ചു. അവറാച്ചൻ വന്നേച്ച് പറഞ്ഞു ഇടടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നു കെട്ടിയ കുഞ്ഞമ്മേനെ എനിക്ക് വേണ്ടത്. പിന്നെ ഊരിയ കുഞ്ഞമ്മേനെ എനിക്ക്. കൊച്ചമ്മ നല്ല മിടുക്കിയായിരുന്നു, വിശ്വാസത്തിൽ തീക്ഷണത. കൊച്ചമ്മ പറഞ്ഞു ഞാൻ ഊരിയത് ഊരി, ഛർദ്ദിച്ചത് ഞാൻ ഇനി ഭക്ഷിക്കുകയല്ല. ഇട്ടില്ല. ഇന്നത്തെ കുഞ്ഞമ്മ എന്നെ പറയാം ഒരു മിന്നോടെ കൊണ്ടുപോകാൻ, ഞാൻ ഇവിടെ കൂടെ ഒന്ന് കേട്ടിട്ടെന്ന് പറയും. അത് കുഞ്ഞമ്മയായിരുന്നു. ഊരിയില്ല. അവറാച്ചൻ കുനിച്ച് നിർത്തി വെച്ചാൽ മുതുകത്തിട്ട് ഇടിച്ചത്. ഓരോ ഇടിക്കും കൊച്ചമ്മ എന്നോട് പറഞ്ഞാൽ തോത്രം ചെയ്യുന്നു പറഞ്ഞു ഇടിച്ച്. പക്ഷേ കുഞ്ഞമ്മ മിന്നിട്ടില്ല, ഇടിച്ച് അവറാച്ചൻ ഈ മാർഗത്തിൽ വന്നു. അതാ ഈ മാർഗത്തിൻ്റെ ശ്രേഷ്ഠത. ഞങ്ങൾ എതിർക്കത്തില്ല, തിരിച്ചു തല്ലത്തില്ല, സ്തോത്രം, അനാവശ്യമൊന്നും പറയുകയില്ല, ധർണ നടത്തുകയില്ല, പിക്കറ്റിംഗ് ഇല്ല, സമരമില്ല. ഞങ്ങൾക്ക് കൊടിയില്ലല്ലോ, എല്ലാവർക്കും കൊടിയുണ്ട്. നമുക്ക് ബന്ധുക്കോസുകാർക്ക് ഇനിയിപ്പം വേണ്ട. അതിന് നമുക്കൊരു കൊടിയുണ്ട്, ജയത്തിൻ്റെ കൊടിയാണ്. പിന്നൊരു കൊടിയുണ്ട്, സ്നേഹത്തിൻ്റെ കൊടി. കൊടിയുയർത്തുവിൻ ജയത്തിൻ കൊടിയുയർത്തുവീൻ, ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവീൻ, ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവീൻ, ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവീൻ. രാജാവ് ജേതാവായി നിന്നിലുണ്ടല്ലോ, നിന്റെ രാജാവ് ജേതാവായി നിന്നിലുണ്ടല്ലോ. നമ്മളൊത്തുണർന്നു നീങ്ങണം, നന്മതൻ ജയം വരിക്കണം. നമ്മളൊത്തുണർന്നു നീങ്ങണം,
നന്മതൻ ജയം വരിക്കണം. ജീവനെങ്കിൽ ജീവൻ വെച്ച് കർത്തൃസേവ ചെയ്യണം. ഉന്നത വിളിക്ക് തക്ക ജീവിതം നയിക്കണം. പർവ്വതത്തിലെത്ര മോഹനം സുവാർത്തയോതും ദൂതന്റെ പർവ്വതത്തിലെത്ര മോഹനം സുവാർത്തയോതും ദൂതന്റെ കൊടിയുയർത്തുവിൻ ജയത്തിൻ കൊടിയുയർത്തുവിൻ കൊടിയുയർത്തുവിൻ ഉന്നതന്റെ പർവ്വതത്തിൽ ഒത്തുചേരുവീൻ. ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവീൻ. ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവീൻ. രാജാവ് ജേതാവായി നിന്നിലില്ലയോ, നിന്റെ രാജാവ് ജേതാവായി നിന്നിലില്ലയോ. നമുക്ക് കിട്ടിയിരിക്കുന്ന കൊടി ജയത്തിന്റെ കൊടിയും സ്നേഹത്തിന്റെ കൊടിയും. അല്ലാത്ത കൊടിയൊന്നും നമുക്കില്ല. നമുക്ക് കൊടി വേണ്ടല്ലോ. കൊടി വെച്ച് നമ്മൾ സമരവും ചെയ്യണ്ട. ഇതേ കൊടി വെച്ച് സമരം ചെയ്ത് നേടിയ മാർഗമല്ല. ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ജയിച്ചതാ. ഞാനിതിലെ പലവട്ടം പോയിട്ടുണ്ട്. ഇവിടെ ഈ വീടൊന്നും വല്ലൊരു ചെറ്റപ്പരയാ. പോകുമ്പോഴെല്ലാം രാത്രി എല്ലാം ഞരക്കം കേൾക്കാം. തല്ലുകൊണ്ട് ചരങ്ങയല്ല, പ്രാർത്ഥനയാ. കണ്ടിട്ടുള്ളവരുണ്ടല്ലോ. ഞാൻ നിർമ്മിത കഥയൊന്നും പറയല്ലോ. ഒരു ചെറിയ ഷെഡായിരുന്നു ഇവിടെ. അന്ന് എനിക്കൊന്ന് കറണ്ട് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഇരുന്ന് ഞരങ്ങി പ്രാർത്ഥിക്കുക. കാരണം ഇത് പ്രാർത്ഥിച്ചാണ് നേടുന്നത്. ഇത് കൊടിപിടിച്ചും സമരം ചെയ്ത് വക്കീലിനെ കണ്ട് MLA കണ്ട് MP യെ കണ്ട് മന്ത്രിയെ കണ്ട് നേടിയ പ്രസ്ഥാനമല്ല. ഇത് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും ആത്മാവിൽ ബലപ്പെട്ടും ദൈവസന്നിധിയിൽ മുഴങ്കാലുമേലിരുന്ന് നേടിയതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇത് ജയത്തിന്റെ മാർഗമാണ്. അത് വിസ്തരിക്കുന്നില്ല. യോഹന്നാനെ ഇവിടെ വള്ളത്തിൽ അക്കരയ്ക്ക് വിടുക. ഏതാ മുങ്ങിച്ചാകുമെന്ന് ഓർത്ത്. പക്ഷെ കാറ്റ് തെറ്റിയടിച്ച് പടക് പത്മോസിൽ കൊണ്ട് കയറ്റി ഇനി ഓടിച്ചു പോകാം. അങ്ങനെ പത്മോസിൽ യോഹന്നാൻ ചെന്നു. കർത്തൃദിവസത്തിൽ ആത്മവിവശനായെന്ന 10ാമത്തെ വാക്യം. ഇടയ്ക്കത്തെ ഒന്നും ഞാൻ ഇനി പറയുന്നില്ല. 10ാം വാക്യം വായിച്ചേ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ വിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. ആത്മാവിന്റെ വിവശത ഇപ്പോൾ ഈ അവശതയാ. പുള്ളിയും ചാടിയും ബഹളം ഉണ്ടാക്കിയും ഉരുണ്ട് വീണ്ടും എഴുന്നേറ്റും ഒക്കെ പിന്നെ അവശതയാണ്. നമ്മളെയൊക്കെ നാളെ വരുമോ അതിനാ? കാരണം തലേന്ന് പുത്തന്ന് പറഞ്ഞു വീണതല്ലേ. 10-70 കിലോ ഉള്ള പെണ്ണുങ്ങളുണ്ട് വീണാ ദണ്ണമല്ലോ ഇല്ല ഉണ്ടാക്കാതിരി. ഒന്നിൻ്റെ പുറത്തോട്ട് എടോ എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ താങ്ങാനൊക്കെ ആൾക്കാരുണ്ടെന്ന് കേൾക്കും. ദണ്ണമല്ലോ ഇല്ല. അവസാനം പോക്കൊക്കെ ഒന്ന് വേണം. അങ്ങ് അവശതപ്പെട്ടാണ് പോകുന്നത്. ഉരുണ്ട് വീണേച്ച് കുറച്ച് നേരം അവിടെ കിടന്ന് കണ്ണ് തെളിച്ചപ്പോൾ ആരുമില്ല. അവരെല്ലാം 9ൻ്റെ വണ്ടിക്ക് കയറിപ്പോയി. പുള്ളിണ്ട് വീണ പിന്നീട് മാപ്പിള വെളിയിൽ നിൽപ്പുണ്ടാണ്. ഇതില്ലാതെ പോകാൻ അവനും ഒക്കത്തില്ല. അവസാനം പോക്കൊക്കെ ഒന്ന് കാണും. ഓട്ടോയിലോട്ട് കൊണ്ട് ഇരുത്തുകയല്ല. ഓട്ടോ കണ്ടെങ്കിൽ കിടത്തുക. കൊണ്ട് കിടന്നൊക്കെ പോകാം മോളി. എൻ്റെ ഷാള് ഉരുണ്ട് വീണെടുത്ത ഞാൻ നിനക്ക് വീട്ടിൽ കട്ടിലും മെത്തയില്ല. അവിടെ കിടക്കരുതോ? ഈ ഗ്രൗണ്ടിലെല്ലാം ഉരുണ്ട് വീണ് കിടക്കണ്ടേ? അന്നാവിൻ്റെ വിവശത പരിയമ്പുറത്ത് വന്നാ. അവസാനം അവനെ ഷാള് തപ്പാൻ പോയി. ഷാൾ എടുത്തോണ്ടോ വന്നപ്പോൾ നമുക്ക് എന്നപ്പോൾ എൻ്റെ വാച്ച്. നിന്റെ കാര്യമാണ് വളരെ കഷ്ടം. എന്തായാലും കൊള്ള അവശതയാണ്. പക്ഷെ യോഹന്നാൻ ഉണ്ടായത് അവശതയല്ല. യോഹന്നാൻ ഉണ്ടായത് വിവശത. വായിച്ചേ 10ാം വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളത്തിനൊത്തൊരു മഹാശബ്ദം എന്റെ പുറകിൽ കേട്ടു. ആ ഒരു നാദം എന്റെ പുറകിൽ കേട്ടു. അടുത്തത് എന്നോട് സംസാരിച്ച നാദം എന്ത് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞതിനെ പറ്റി 13ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അങ്ങോട്ട് ദർശിക്കുക. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ സമന്വിതം പരിരസിച്ചിടും മധ്യേ. മണവാളൻ പരിലസിച്ചിടും മധ്യേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദര രൂപനാകുന്ന ഒരുവൻ ക്രിസ്തു. അല്ലാതെ ഫോട്ടോയിൽ കാണുകയും ചില ബിൽഡിങ്ങിന്റെ മണ്ടയിൽ അങ്ങനെയൊന്നും അല്ല യേശു.
വായിച്ചേ ശൗമേലിന്റെ 1-ാം പുസ്തകം 2:10. ഇന്നേലും ഒന്ന് ബുദ്ധി ഉണ്ടാണ്. 2:10. ശൗമേലിന്റെ 1-ാം പുസ്തകം 2:10. പെട്ടെന്ന് വായിരേ. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അടുത്തത്, അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. അപ്പൊ പിന്നെന്തിനാ മിശിഹായ്ക്ക് ആന്റിന? മിശിഹായ ഇടി വെട്ടിക്കുന്നത്. ആ ഇടി വെട്ടിക്കല്ലേ തനിക്ക് ഒരിക്കലും ഒരു ആന്റിന. അവിടെ ഇവിടെ ഇങ്ങനെ കാണിച്ച് നിൽക്കുന്ന രൂപമൊന്നുമല്ല മിശിഹായുടേത്. സ്തോത്രം. ആയിരങ്ങളിൽ 10,000 സുന്ദരൻ. അതൊന്നും നമുക്ക് വർണ്ണിക്കാനൊക്കുന്ന രൂപമല്ല. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. അപ്പൊ ആ തിരിഞ്ഞപ്പോ കണ്ട രൂപം, ആ തേജോമയനായ ക്രിസ്തുവിനെ കാണുക. അടുത്തത്, അവന്റെ തലയും തലമുടി എല്ലാം ഡൈ ചെയ്തെന്നാണോ? വെളുത്ത പഞ്ഞി പോലെ. അവന്റെ തലയും തലമുടി എല്ലാം ഡൈ ചെയ്തെന്നാണോ? തലയും തലമുടി എല്ലാം വെളുത്ത് പഞ്ഞി പോലെ, ഹിമം പോലെ, ഹിമത്തോളം വെള്ളയും. നല്ല വെളുത്തറ. അത് വെളുത്ത പഞ്ഞി തലമുടിയെല്ലാം വെളുത്തിരിക്കുന്ന പറഞ്ഞാൽ അവൻ നിത്യനാ. പ്രായത്തെ, പൂർവാസ്തിത്വത്തെ, നിത്യാസ്തിത്വത്തെ കാണിക്കുന്നതാ ആ വെണ്മ. അതുകൊണ്ട് തല നരച്ചിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഉപദേശിമാർ വരെ അങ്ങ് കറപ്പിക്കുന്നത്. കൊച്ചു കളിച്ച് നടക്കുക. വയസ്സ് 78 ദേവിക്ക്. കൊച്ചുമക്കൾ 4. പൊതുയോഗത്തിലൊക്കെ ഒത്തിരി ആൾക്കാർ നിൽക്കുമ്പോൾ കൊച്ചുമക്കളൊന്ന് വല്യപ്പച്ചാന്ന് വിളിക്കുന്നത് പോലും കണ്ണു കാണിക്കും. കാരണം കൊച്ചു കളിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ നിനക്ക് വല്ലോ? പെണ്ണുങ്ങളും ഒട്ടും മോശമല്ല, ഈ വെളുത്തതല്ല. കൊച്ചു കളിച്ച് നടക്കുക. നീ സത്യം പറ, നീ പുള്ളിയെക്കാളും മൂത്തതല്ലേ? നീ സത്യം പറ. എന്നോടൊരിക്കലേ ഞങ്ങളുടെ വാഗ്ദാനത്തെ ജോയിക്കുട്ടി പറഞ്ഞതാ, പക്ഷേ ഞാൻ സത്യം പറയാം, എന്നേക്കാൾ അവൾ 1 വയസ്സിന് മൂത്തതാണ്. സത്യം ഞാൻ പറഞ്ഞു. എൻ്റെ ചോദിച്ചാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. സത്യം പറഞ്ഞല്ലോ. പക്ഷെ ഇത് അവളോട് ഏക്കണം. എത്രയായാലും നരച്ച തല ശോഭയുള്ള കിരീടമാണ്. വയോധികന്റെ പക്കം ജ്ഞാനമുണ്ടെന്നാ. പ്രായമുള്ള ഒരപ്പൻ വീട്ടിലുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും തലമുടിയും തലയുമെല്ലാം നരച്ച് ഹിമത്തോളം പഞ്ഞി പോലെ വെളുത്തതാണ്. അത് യേശുക്രിസ്തുവിന്റെ പൂർവാസ്തിത്വത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു നിത്യനായ ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാലുകളില്ലെങ്കിൽ കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട് മുഖഭാവമാദിത്യം ശക്തിയോട് പ്രകാശിക്കും പോലെയും തലമുടി ധവളപ്പഞ്ഞി പോലെയിരിക്കുന്ന ദൈവപുത്രനെ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. പാപത്തിനിക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സമയം പോകുന്നു, ഓടിച്ചു പോകുക. ഇവിടെ നിത്യനായ ക്രിസ്തുവിനെ അവിടെ ദർശിക്കുക. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. അതിലൊരു പ്രയോഗമുണ്ട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. ഈ നിലവിളക്ക് 7, അങ്ങനല്ലയോ? നിലവിളക്ക് എന്തുവാണെന്ന് താഴത്തെ വാക്യത്തിൽ വ്യാഖ്യാനമുണ്ട്. ഒടുവിലത്തെ വാക്യം അതിന്റെ വ്യാഖ്യാനമാണല്ലോ വായത്. 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കിൽ ധരിച്ചു മാറത്ത് പങ്കച്ച കെട്ടിയവനായി മനുഷ്യപുത്രൻ. അതിന്റെ ഒടുവിലത്തെ വാക്യം ആ 2-ാം അധ്യായത്തിന് നേരെ മേളിൽ 7 സഭകളാന്നൊരു വ്യാഖ്യാനം ഉണ്ടല്ലോ അവിടെ. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും എനിക്ക് സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകൾ, 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാർ. അടുത്തത് 7 നിലവിളക്ക് 7 നിലവിളക്ക് 7 സഭകൾ. 7 സഭകൾ. അപ്പൊ 7 നിലവിളക്ക് 7 സഭ. അപ്പോൾ ആ നിലവിളക്കിന്റെ എവിടെ ആ കർത്താവ് വന്നത്? നടുക്ക്, അങ്ങനല്ലയോ? നിലവിളക്കിന്റെ നടുവിൽ. നിലവിളക്ക് എന്തുവാ? സഭ. അപ്പൊ സഭയുടെ നടുക്ക് കിഴക്കാന്നോ? നമ്മളെ ലഘുലേഖയൊക്കെ കൊണ്ടുവന്ന് സുവിശേഷമൊക്കെ പറയാ ആട്ടെ, ഞങ്ങൾ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ ചാക്കോച്ചോ. അയ്യോ, എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈടെ എൻ്റെ മാർത്തോമ ഉപദേശം വന്നു. പുള്ളി പ്രാർത്ഥിച്ചു. ഓർത്തഡോക്സിൽ നിന്നൊരു അച്ഛൻ വന്നു, പുള്ളിയും പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥിച്ചു. ആട്ടെ ചാക്കോച്ചമ്മക്ക് പ്രാർത്ഥിക്കാം. ആട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. കിഴക്കോട്ട് നിന്ന് നിന്നെ പ്രാർത്ഥിക്കാൻ ആരാ പഠിപ്പിച്ചേ? കാരണം പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് കിഴക്ക് നിന്നുമല്ല, തെക്കേന്നുമല്ല, പടിഞ്ഞാറിൽ നിന്ന് വന്ന് വല്ല ഉയർച്ച വരുന്നത്. നീ പുസ്തകം വായിക്കണം. വേറെ പുസ്തകം വായിക്കുകയില്ല, നിന്നെ കൊണ്ട് വായിപ്പിക്കത്തുമില്ലല്ലോ. ഇപ്പൊ പിന്നെ വായിക്കാനൊക്കെ തുടങ്ങി. എന്നാലും ഗുണമുള്ളതൊന്നും വായിക്കുന്നുമില്ല. ഇനി അഥവാ വായിച്ചാലും ഗുണമാകുന്നുമില്ല. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ പുസ്തകത്തിൽ പ്രമാണമില്ല. തന്നെയല്ല കർത്താവ് ചെന്നതെല്ലാം നടുക്ക.
7 പൊൻനിലവിളക്കുകളുടെ കിഴക്കാന്നോ? നടുക്ക്. 2 കള്ളന്മാരുടെ കിഴക്കായിരുന്നോ? പറ. നടുക്ക്. ആകാശത്തിനും ഭൂമിക്കും കിഴക്കായിരുന്നോ? നടുക്ക്. ഉയർത്തെഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാരുടെ കിഴക്കായിരുന്നോ വന്നേ? നടുക്ക്. മുറിയടച്ചിട്ട് തോമാസ് ഉള്ളപ്പോൾ കിഴക്കാന്നോ വന്നേ? നടുക്ക്. പുറപ്പാട് പുസ്തകത്തിൽ വാക്യമുണ്ട്, ഞാനവരുടെ കിഴക്ക് വസിക്കാൻ എനിക്ക് മന്ദിരം പണിയണമെന്നാണോ? അല്ല, നടുക്ക്. തന്റെ ഇഹലോക ജീവിതകാലത്ത് പ്രസംഗിച്ച കൊടുത്ത് പറഞ്ഞു, 2 or 3 പേർ എന്റെ ആ നാമത്തിൽ കൂടി വന്നാൽ കിഴക്ക് വരാനാണോ? നടുക്ക്. 12ാമത്തെ വയസ്സിൽ വെല്ലുവള്ളി ചെന്നു. വെല്ലുവള്ളിയിലെ അന്നേരം ശാസ്ത്രിമാരുടെ കിഴക്കാണോ കയറിയിരുന്നേ? നടുക്ക്. ചെന്നതെല്ലാം നടുക്ക, വരുന്നതെല്ലാം നടുവില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കരുത്. അപ്പം പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് നിന്നെ തെറ്റിച്ചതാ. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് ദൈവത്തെയല്ല. വായിച്ചേ, യെഹെസ്കേൽ പ്രവചനം 8ാം അധ്യായത്തിന്റെ 16ാം വാക്യം മൈക്കിൽ കൂടെ വായിക്കണം. കാരണം നാട്ടുകാരുടെ കേട്ടോട്ടെ, അറിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഈ പുസ്തകത്തിൽ നിന്നായി പറയുന്നത് അവരോട് മനസ്സിലാക്കണം. യെഹെസ്കേൽ പ്രവചനം 8ാം അധ്യായത്തിന്റെ 16ാം വാക്യം വായിരേ. അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിക്കൽ മണ്ഡപത്തിന്റെ യാഗപീഠത്തിനും നടുവിൽ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും അങ്ങോട്ടും പിന്നെ മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. സൂര്യനെ ആരാധിക്കുക. കിഴക്കോട്ടല്ല ആരാധന. വേദപുസ്തകം പഠിപ്പിക്കുന്നത് സൂര്യാരാധന. നമ്മുടെ ആരാധന സൂര്യാരാധനയല്ല, ദൈവാരാധനയാണ്. ഇത് ദൈവാരാധനയാണ്. അപ്പം അതുകൊണ്ട് ദൈവാരാധനയിൽ കിഴക്കും തെക്കും പടക്കുമല്ല, അവൻ നടുക്കാ വരുന്നത്. അതുകൊണ്ട് രക്ഷ കിട്ടുമെന്നോർത്ത് കിഴക്കോട്ടും പോകണ്ട, പടിഞ്ഞാട്ടും പോകണ്ട, തെക്കോട്ടും പോകണ്ട, വടക്കോട്ടും പോകണ്ട. ഇനിയിപ്പം മിക്കടത്തോട്ടും പോക്ക് നടക്കുമോ എന്നുള്ളത് ഇപ്പം തർക്കത്തിൽ കിടക്ക് വെച്ച് വരിക. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നീ തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും ഒന്നും ഓടണ്ട, ഇരിക്കുന്നതിൻ്റെ അടുത്തോട്ട് വരും. നീ ദൈവത്തെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടണ്ട, നീ ഇരിക്കുന്നിടത്തോട്ട് ഇനി വരും. കാരണമേ ജീവനുള്ള ദൈവമാണ്. ക്രൈസ്തലോ, ഇരിക്കുന്ന നിന്റെ അടുത്ത് വരുന്ന ദൈവം, നിന്റെ ഭവനത്തിനകത്തേക്ക് എഴുന്നള്ളുന്ന ദൈവം, നീ ഇരിക്കുന്ന നിന്റെ സമീപേ വരുന്ന ദൈവം. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. 2 or 3 പേർ നാമത്തിൽ കൂടി ആ നടുവിൽ 7 പൊൻനിലവിളക്കാണ് നടുവിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ യോഹന്നാൻ ക്രിസ്തുവിനെ ദർശിച്ചു. ഞാനെല്ലാം വിസ്തരിക്കുന്നതിൽ ഓടിച്ചങ്ങ് നിർത്താം. അപ്പോൾ അങ്ങനെയുള്ള ക്രിസ്തു യോഹന്നാനോട് തൻ്റെ മേൽ കൈവച്ചു പറയാ, ഭയപ്പെടേണ്ട. ആ ഒറ്റ വാക്കിലങ്ങ് പറയാം. ഏകാന്തത അനുഭവിച്ച് പത്മോസ് ദ്വീപിൽ പീഡിപ്പിക്കപ്പെട്ടവനായി കിടക്കുന്ന യോഹന്നാനോട് കർത്താവ് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഏകനായി കർത്താവിനെ സേവിക്കുകയും പ്രതികൂലങ്ങളുടെ നടുവിൽ, പീഡകളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ കർത്താവിനെ സാക്ഷിക്കുന്ന നിന്നോട് ദൂത് പറയുകയാ, നീ ഒറ്റയ്ക്കല്ല, യേശു നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. ഒന്ന് ഓടിച്ചവസാനിപ്പിക്കും. ഒന്ന് ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികളോട് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. 2 ആ വിഷയമാണ് ഭയപ്പെടേണ്ട. ഇനി കമ്പിവാചകം പോലെ പോകുന്നത്, വിസ്തരിച്ചു പോകാൻ തുനിങ്ങുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നു. 2 ഭയപ്പെടേണ്ട. വായിച്ച ഉൽപ്പത്തി പുസ്തകം 15ാം അധ്യായത്തിന്റെ 1ാം വാക്യം വായിരേ. ഉൽപ്പത്തി 15:1 അറിവുള്ള വാക്യമാ, ഉറക്കെ വായിച്ചു. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലവും. ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്ന് ഏകാന്തത അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ കൂടി പോകുന്ന ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളും ഭയപ്പെടരുത്. അവൻ സർവ്വസൃഷ്ടിയുടെ ആരംഭമായ ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. 2 ഉൽപ്പത്തി 15:1 ഒന്നുകൂടെ വായിച്ചേ. അതിന്റെ ശേഷം. ഏതിന്റെ ശേഷം? ആഴ്ചതപത്തമായിരുന്ന 15ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ കാണുകയാണ് അതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ 14ാം അധ്യായത്തിന് ശേഷം. നമ്മൾ എത്രയാ വായിച്ചത്? അപ്പൊ 14ന് ശേഷം. 14ാം അധ്യായത്തിന് ശേഷം. എന്തുവാ 14ാം അധ്യായം? നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം, ഉൽപ്പത്തി പുസ്തകം 14ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ഉൽപ്പത്തി സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. 1ാം അധ്യായം സൃഷ്ടിവൃത്തമാണ്. 2 ആദമിന്റെ ഹവ്വയുടെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞവരെ സൃഷ്ടിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ്. 3ാം അധ്യായം തോട്ടത്തിലാക്കുന്നതും പാമ്പ് വന്നതും പാപം ചെയ്യിപ്പിച്ചതും. 4ാം അധ്യായം കയ്യൻ ഹാബേലിനെ കൊന്ന് പിന്നെ പുറപ്പെടുന്നത്. 5ാം അധ്യായം സെമിത്തേരിയുടെ അധ്യായം എന്നാ. സെമിത്തേരി കാരണം മരിച്ചെന്ന. ആദാം മരിച്ചു, ശേത്ത് മരിച്ചു, ഏനോശ് മരിച്ചു, കേനാൻ മരിച്ചു, മകലേൽ മരിച്ചു, യാരദ് മരിച്ചു, മധുശലേക്ക് മരിച്ചു, അങ്ങനെ ലാമക്ക് മരിച്ചു, നോഹ മരിച്ചെന്ന 7ാമത്തെ സെമിത്തേരിയുടെ അധ്യായം എന്ന. അവൻ 6ാം അധ്യായം അവന് പാപത്തിന്റെ കാഠിന്യവും നോഹയ്ക്ക് കൃപ ലഭിച്ചത്. 7 പട്ടകം പണി, 8 രക്ഷപ്പെടൽ, 9 നിലത്തിറങ്ങി, 10 പാരമ്പര്യം, 11 നിമ്രോദ് ബാബേൽക്കോട്ട നേതൃത്വത്തിൽ പണിയ, 12 അബ്രഹാമിന്റെ പുറപ്പാട്, 13 അബ്രഹാം തെക്കേ ദേശത്ത് വന്ന വിഷയം, 14 യുദ്ധങ്ങളുടെ അധ്യായം.
അപ്പൊ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധം അധ്യായം 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ 4 പേര് പേടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. എനിക്ക് പുള്ളിയോട് ഒരു തൃപ്തി, പുള്ളി കുഴി പോയിട്ട് കുഴിയിൽ നിന്ന് കയറി വന്നു. നമ്മുടെ ആൾക്കാർ കുഴിയിൽ പോയാൽ കുഴി കിടന്നൊരു ക്രൂസൈഡ് നടത്തും, ഒരു ബാനറും വലിച്ചു കിട്ടും. കുഴിയ ക്രൂസൈഡ് 2019 പ്രസംഗിക്കുന്നത് ഡോക്ടർ റവറൻ ഷ്വാൻസോ. ചില പോസ്റ്റ് കണ്ടില്ല, കുസ്തിക്ക് വരുമ്പോൾ അവൻ ചോദിച്ചാലും പറയാൻ നിൽക്കുന്നത്. അതെ, നിങ്ങൾ ചില ഫോട്ടോ ഒക്കെ കണ്ടില്ലേ, ഇന്നെ ഇപ്പം തട്ടിക്കളവിടാന്ന് പറയും. അത് കണ്ടാൽ പോലും ഒരു കുഞ്ഞുങ്ങൾ യോഗത്തിന് വരികയല്ല. അപ്പൊ എന്തായാലും കൊള്ളാം, ആ സോദോം രാജാവ് കുഴിയിൽ നിന്ന് കയറി വന്നു, ഓടിച്ചു പോകാൻ. അങ്ങനെ സോദോമിനെ കൊള്ള കിട്ടുന്ന 4 വമ്പൻ രാജാക്കന്മാർ. അന്ന് അബ്രഹാം മമ്മറയുടെ തോപ്പില്ല. ഒരുത്തനെ എതിർച്ചയാ ഓടി വന്ന എബ്രായനെ അബ്രാമിനോട് പറഞ്ഞു, അബ്രാം ഈ സോദോമിൽ യുദ്ധം നടന്നു, എന്നിട്ടോ സോദോമിനെ കൊള്ള കിട്ടി, എന്നിട്ടോ സോദോമിനെ അപകരിച്ച ശേഷം നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ 2 പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോയി. അബ്രഹാമിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആരെന്നെ പറഞ്ഞത് എന്റെ പ്രാർത്ഥന കേട്ടതിനായി അവനത് തന്നെ പറഞ്ഞു. ദൈവാത്മാവ് ഇന്നാളും എന്നോട് പറഞ്ഞതാ ഇവനെ തട്ടുവന്നു. അതെന്നെ കൊണ്ട് ഒത്തില്ലെങ്കിലും ദൈവം വേറൊരാളെ വിട്ട്. പക്ഷെ അബ്രഹാം അത് പറഞ്ഞില്ല, അബ്രഹാം ആത്മീയനാണ്. സഹോദരപുത്രൻ ലോത്തും അവന്റെ കുടുംബവും നഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ആത്മഭാരമുണ്ടായി. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പില്ല, മമ്രേ എന്ന് പറഞ്ഞ ഒരു അമോര്യൻ, അവന് 2 സ്നേഹിതന്മാരുണ്ട്, ആലേർ യശ്കോലും. ഇത് വേദപുസ്തകം വായിക്കുന്നവരൊക്കെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുള്ളൂ. അപ്പം മമ്രേ, ആലേർ, യശ്കോൽ. പണ്ടൊരു ഉപദേശിച്ച് പറഞ്ഞു മമ്ര എന്നുള്ള തോപ്പിൽ, പുള്ളി പറഞ്ഞു മമ്ര എന്നുള്ള തോപ്പിന്റെ പേരാണ്. പിന്നെ അറിവുള്ള ഒരാൾ പറഞ്ഞാൽ അത് മമ്ര എന്നുള്ള തോപ്പല്ല, ഒരാടെ പേരാണ്. വിഡിത്തമൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്, പലരും പറയുന്നുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു നമുക്ക് അനേക പുരോഹിതന്മാരെ ദൈവം തന്നു, കൂട്ടത്തിൽ മറന്നില്ല ഒരു പുരോഹിതയെ തന്നു. ആരാച്ച? ഏലി. അപ്പം ഏലി എന്ന് വായിച്ചപ്പോൾ ഇങ്ങനെ ഓർത്താണ്ട് പെണ്ണുങ്ങൾ ആരാണ്ട് കയറി. ഇപ്പം പെണ്ണുങ്ങളല്ലയോ ഇതെല്ലാം കയറി കൈയടക്കുന്നത്. പെണ്ണുങ്ങൾ കയറി ആണുങ്ങളും സഹോദരന്മാരിക്കുന്നത്, പെണ്ണുങ്ങൾ കയറി തപ്പട്ടിക്കുന്നു, അനങ്ങാതിരുന്ന മൂപ്പരെ എല്ലാം പെട്ടെന്ന് ഇളകുന്നു. നമ്മൾ നല്ല പഴയ പാട്ട്, നല്ല ഒന്നാം തരം പഴയ പാട്ട് പാടി ആത്മാവ് പറഞ്ഞ യോമാരെണ്ണം ചലിക്കത്തുമില്ല, സ്തോത്രം പറയില്ല. പെങ്കൊച്ച് കയറി 2 അടി അടിച്ചപ്പോൾ മൂപ്പരെ എല്ലാം എവിടാന്ന് എങ്ങനെയാണെന്ന് ഇപ്പം എന്നോട് ചോദിക്കണ്ട. പിന്നെ ആണെന്ന് അവിടെ ഒരു സഹോദരനുണ്ട്, താടിക്കാരൻ സഹോദരൻ, തലേ തുണിയിടാത്തൊരു പെങ്കൊച്ചും. എവിടാന്നൊന്നും ചോദിക്കരുത്. അവനാന്നെ പറയാൻ അവൾ വട പോലും കൊടുക്കില്ല. അവളിങ്ങനെ അവനെല്ലാം നോക്കി നിൽക്കില്ല. പിന്നെ അവന് ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് അവന് ഇവിടെ അവതരം കൊണ്ട് അവന് വരുന്ന പെണ്ണുങ്ങളെല്ലാം തല താഴെ ഇട്ട്. പിന്നെ ഇവിടെ എനിക്ക് അവതരം തരാം, നീയെല്ലാം താഴെ കിടക്കാൻ പറഞ്ഞു. പിന്നെ യോഗം കഴിഞ്ഞ 3 എണ്ണത്തിനെ ഉരുട്ടിയെടുത്തോണ്ട് ആത്മാവാന്നാ പറയുന്നത്. എന്തുവാണ് പെണ്ണുങ്ങൾക്കല്ലയോ ഇപ്പോൾ സംവരണം ഏർപ്പെടുത്തിയില്ലയോ പഞ്ചായത്തിലല്ല? ആണെന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടെ സൂസി തോമസ് വൻപിച്ച ഭർത്താവും കാണും ജീപ്പിന്റെ ഫ്രണ്ടിൽ എവിടെയും കയറ്റിക്കൊണ്ട് ഒക്കെ കാണിച്ച് വൻപിച്ച ഭൂരിപക്ഷം 342 വോട്ടിന്റെ വൻപിച്ച ഭൂരിപക്ഷം. പക്ഷേ കോഴിയും കുറച്ച് കഴിഞ്ഞു. സൂസി ജയവെല്ലാം കഴിഞ്ഞ ഹാരാർപ്പണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് വെളുപ്പിനെ പാലെടുത്ത് അടുപ്പേ വെച്ച് ഹോസ്മാനി വെച്ച് പാലെടുപ്പേ വെച്ച് ഗ്യാസ് കത്തിച്ച് പാല് തിളയ്ക്കാറായപ്പം പഞ്ചായത്തിൽ നാൾ വന്ന് പറഞ്ഞു, വേച്ചാ സൂസി ഉണ്ടാവും, അവൾ ചായ ഇടും, ഇങ്ങോട്ടിറക്കി വിടും, വാ നമുക്ക് പോകാൻ. പിന്നെ പഞ്ചായത്തുകാർ ജയിപ്പിച്ചല്ലേ പോകണ്ടേ? എൻ്റെ കൈയും കഴുകി അണ്ണ പറഞ്ഞ ചായ പാല് തിളച്ച് പോകുമായിരുന്നു ബേബിയോട്. പാത്രം കഴുകി വെക്കണം, കൊച്ചുങ്ങൾക്ക് ബിസ്ക്കറ്റും 1-2 ദിവസമൊക്കെ സഹിക്കുന്നത് നിരന്തരമാകുമ്പോൾ പ്രശ്നമാണ്. ആട്ടെ, ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. എന്തായാലും കൊള്ളാം, അബ്രഹാം അന്ന് മമ്രയുടെ തോപ്പില്ല. മമ്ര ആനേർ യശ്കോൽ തൻ്റെ വീട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട 318 അഭ്യാസി എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം പ്രാപിച്ച 318. അന്ന് രാത്രി അബ്രഹാം യുദ്ധത്തിന് പോയി കണക്കൊപ്പിച്ച് യുദ്ധം ചെയ്തു. ആ രാത്രി യുദ്ധത്തിൽ എബ്രായനായ അബ്രഹാമിന് ജയമുണ്ടായി. ആ ജയപേര് മുടക്കി അബ്രഹാം തിരിച്ചു വന്ന് വിസ്തരിക്കാൻ നേരമില്ലാഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ 2 രാജാക്കന്മാർ വന്നു. സോദോം രാജാവ് കുടിയിൽ നിന്നും വന്നു, ശാലേം രാജാവ് അവിടുന്ന് വന്നു. അപ്പോൾ ശാലേം രാജാവ് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുത്തു. അബ്രഹാം അപ്പവും വീഞ്ഞും വാങ്ങി ഭുജിച്ചു, കൃത്യം ദശാംശവും കൊടുത്തു. അതൊക്കെ നിന്ന് പറയേണ്ടതാ. ആ കാര്യമൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പവും വീഞ്ഞും പൂജിച്ചു. ആരാ പൂജിച്ചത്? അബ്രഹാം. എങ്ങനെ വന്നപ്പോഴാണ്? അതുകൊണ്ട് തിരുമേശ എടുക്കുന്നവരോടൊരു കാര്യം പറയാം. ഇത് വെളിയിലുള്ളവർക്കുള്ള ദൂതല്ല, അകത്തുള്ളവർക്കുള്ള ദൂതാണ്. നിങ്ങൾക്ക് വേണമല്ലോ. തിരുമേശ എടുക്കുന്നവര് അപ്പവും വീഞ്ഞും വെറുതെ കയറി എടുക്കരുത്. കാരണം കാശ് മുടക്കം ഇല്ലല്ലോ, ഉപദേശം മേടിച്ചുകൊണ്ട് വന്നതാ. അതൊക്കെ സഭാവണ്ടിയിൽ നിന്ന് എടുത്ത് മേടിക്കുക. കുടിഞ്ഞിരിക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ മുടുത്ത പീസ് എടുത്ത് മേടിക്കാൻ ചനങ്ങാതിരിക്കരുത്. ഇതെല്ലാവരും ഇത് എടുക്കരുത്. അബ്രഹാമായി ഇതെടുത്തത് എങ്ങനെ വന്നപ്പോൾ? ജയമെടുത്ത് വന്നപ്പോൾ. ആരെടുക്കണം? തിരുമേശ. ഉപദേശം പറയാം. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ലോക ഇമ്പങ്ങളും ലോകമോഹങ്ങളും ജയിച്ചവൻ വേണം ഇത് തൊടാൻ. സിനിമ കാണുന്ന നീ എടുക്കരുത്. സീരിയൽ കാണുന്ന നീ എടുത്താൽ നിന്റെ കുടല് പഴുക്കും. ഇത് തീക്കളിയാ. പിന്നെ ചില സഭയെ കർത്തൃമേശ ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ
ചിലർക്ക് പിന്നെ സെന്ററിൽ ചെന്നെങ്കിൽ സെന്ററപ്പച്ച നുറുക്കിയാലേ മണ്ണ് മുറിയുള്ളൂ. സെന്ററപ്പച്ചൻ എഴുന്നേറ്റിരിക്കാം. തിരുമേശ എടുക്കണം. എല്ലാവരും കയറി എടുക്കരുത്. അപ്രകാരം ജയിച്ചു വന്നപ്പോൾ ആ തിരുമേശ എടുത്തത്. പാപത്തെയും ലോകത്തെയും ജഡത്തെയും ലോകമോഹങ്ങളെ ജയിച്ച വിശുദ്ധന്മാർ ഇത് ഭക്ഷിക്കണം. അബ്രഹാം ഇത് ഭക്ഷിച്ചു, ദശാംശം കൊടുത്ത് വിസ്തരിക്കുന്നില്ല. എല്ലാവരും താൻ്റെ വീടുകളിൽ പോയി. അബ്രഹാം തന്റെ വീട്ടിൽ വന്ന് കൂടാരത്തിൽ രാപാർത്തു. ഇനി ദൈവദാസി വായിച്ചേ 15-ാം അധ്യായത്തിനൊന്ന്. അതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് ശേഷം അബ്രാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ ഭയപ്പെടേണ്ട. അപ്പൊ അതിന്റെ ശേഷം അബ്രഹാമിന് ഭയം വന്നു. ഭയമുള്ളത് കൊണ്ടല്ലോ ദൈവം പറഞ്ഞ ഭയപ്പെടേണ്ടെന്ന്, അല്ലേ? ഉറങ്ങരുത് എന്ന് ഞാനിപ്പോ പറയാൻ കാരണം എന്നാ? ഞാൻ കണ്ട ആരാ ഉറങ്ങുന്നെന്ന്. പിന്നെ ഞാൻ കണ്ടു കാശ് ഇങ്ങോട്ട് വരുന്നത് മതിയെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എടുത്ത തൂതൊന്ന് നിർത്തി വെച്ചു. അപ്പോൾ ഭയപ്പെടരുത് എന്ന് ദൈവം പറയണമെങ്കിൽ അബ്രഹാമിന് ഭയമുണ്ടായി. ചരിത്രം പറയുന്നത് അബ്രഹാം ഭയപ്പെടാൻ കാര്യം ജാതികളുമായുള്ള യുദ്ധമാണ്. അവർ മരിച്ചിട്ടില്ല, പരാജയപ്പെട്ടതേ ഉള്ളൂ. അബ്രഹാമിൻ്റെ ചിന്ത പരാജയപ്പെട്ട ജാതികൾ വൈരാഗ്യം മുടുത്തിട്ട് വീണ്ടും സൈന്യ സമേതരായി വന്ന് ഞാനുമായി വീണ്ടും ഒരു യുദ്ധമുണ്ടായി, എന്നെ ഇവർ പിടിച്ചു കെട്ടി കൊണ്ടുപോകുമോ, ഞാൻ ഈ ജാതികൾക്ക് അടിമയായി പോകുമോ എന്നുള്ള ഭീതി അബ്രഹാമിൻ്റെ അകത്ത് കയറി. അകത്ത് ഭീതി വന്നപ്പോൾ ഉള്ളമറിയുന്ന ദൈവം, ഉൾപ്പുവകളും നിലവുകളും അറിയുന്ന ദൈവം അബ്രഹാമിനോട് പറയാ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ പരിച. ഞാൻ ഓടിച്ച ഭാഗം അങ്ങിടുക. 2 ജാതീയ ശക്തികളെയും പോരാട്ടങ്ങളെയും കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. ദൈവം നമ്മുടെ പരിചയ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മുടെ പരിചയാണെന്ന്. ജാതീയ ആവിചാരവും മന്ത്രവാദവും ശുദ്ധരവും ഒന്നും കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. ചെയ്യട്ടെ, ചെയ്യുന്നവരെ ചെയ്യട്ടെ, പ്രവർത്തിക്കുന്നവരെ പ്രവർത്തിക്കട്ടെ. എതിർക്കാനും പോകണ്ട, ഉടക്കാനും പോകണ്ട, പേടിക്കുകയും ചെയ്യരുത്. ദൈവം നമ്മുടെ പരിചയ. യഹോവ നിന്നെ ചുറ്റി പരിപാലിക്കും. ഞാൻ ഓർപ്പിച്ചിട്ടുള്ളതാ, ഒന്നുകൂടെ പറയാം. പെന്തിക്കോസി വന്നപ്പോൾ ഞങ്ങളുടെ അമ്മ ഒരിക്കലും അടുത്തൊരു ഒരു ആരാണെന്ന് ഇപ്പോൾ പുതിയ പറഞ്ഞില്ല, ഒരാളൊക്കെ പോയി പറഞ്ഞ്, പുള്ളി പരിപാടിയൊക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളിയോട് എന്ന് പറഞ്ഞു, ഈ ചെറുക്കനെ പെന്തിക്കോസില്ല, രാവിലെ വേദവസ്ഥമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കും, നാണക്കേട് കൊണ്ട് മനുഷ്യൻ ഇറങ്ങി നടക്കാൻ മേല, എപ്പോൾ നോക്കിയാലും പാട്ടും പ്രാർത്ഥനയും വേദവസ്ഥമായിട്ട് മടങ്ങി വരാൻ വല്ല മാർഗം ഉണ്ടോന്ന്. ഞാൻ പെന്തിക്കോസിൽ നിന്ന് അപ്പം സുകുമാരൻ എന്നാ പുള്ളിയുടെ പേര്, സുകുമാരൻ. അപ്പം പുള്ളി പറഞ്ഞ മാർഗം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് ഒരു മാർഗ്ഗം ഇല്ല, ഇരിക്കുക. അമ്മയെ പിടിച്ചവിടെ ഇരുത്തി ഉച്ചയായപ്പോൾ ഒരു പൊതി കൊടുത്തു. അമ്മയതെല്ലാം ക്രമപ്പെടുത്തി പുള്ളിക്ക് കാശുമൊക്കെ കൊടുത്തു. അതിൻ്റെ ചാർജ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പുള്ളി പറഞ്ഞ കട്ടിലിൻ്റെ അടിയിൽ പില്ലോയുടെ തലേൻ്റെ അടിയിൽ വെക്കണം, അറിയരുത്, നേരം വെളുക്കുമ്പോൾ മാറ്റം വരുമെന്ന്. എൻ്റെ മനസ്സ് മാറുമെന്ന്. എൻ്റെ അമ്മ എനിക്ക് ദോഷം ചെയ്തതല്ല, പെന്തിക്കോസിൽ നിന്ന് തിരിച്ചു വരാൻ ചെയ്തതാണ്. മറ്റുള്ള വല്ലതും ദോഷം ചെയ്യുമോ? എൻ്റെ അമ്മ എനിക്ക് ദോഷമൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ അമ്മമാരും അങ്ങനെ തന്നെ. അവൻ കിടക്ക് കയറി പറയാം, അല്ലോട് ഞാൻ വരുന്നുണ്ട്, എഴുന്നേറ്റ് പോകരുത്, പറ്റതലയ്ക്ക് വെള്ളം കൊടുത്തോണം കേട്ടോ. അപ്പനെ അമ്മയൊക്കെ സൂക്ഷിച്ചോണം. ഞാൻ എഴുന്നേറ്റ് പോകരുതേ എന്ന്. പിന്നെ അടുത്ത ദൂതിലാണ് അത് വരുന്നത്. എന്നാൽ ഇത്ര മതി വായിച്ചാൽ അതുകൂടെ കേട്ട് ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞ് പോകരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, അമ്മ ഇതെല്ലാം ക്രമപ്പെടുത്തി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ യോഗമെല്ലാം കഴിഞ്ഞ് അന്ന് തിരുവനന്തപുരത്തെ വീട്ടിലാണ് യോഗം കഴിഞ്ഞ് പകലും വൈകിട്ട് കൊണ്ട് യോഗം കഴിഞ്ഞ് അവിടുന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ സന്തോഷിച്ച് നിൽക്കുക. എന്നോട് ചോദിച്ചു, പ്രാർത്ഥന കഴിഞ്ഞോ മോനെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞ് കഴിച്ചേച്ചാ വന്ന് അവിടെ ഉണ്ടായിരുന്നു. കഴിച്ചു. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് കഴിച്ചു. എന്നാൽ പെട്ടെന്ന് കയറി കിടന്നോ, സമയം പോയെന്ന്. ഞാൻ ഒരു കുഞ്ഞു വീടാണ് ഞങ്ങളുടെ വീട്, ചെറിയൊരു വീട്, 2 മുറി. അപ്പം ഞാൻ കയറി നോക്കിയപ്പം കിടക്കേണ്ട കട്ടിലെല്ലാം വിരിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുക. തലേണയുണ്ട്, പുതയ്ക്കാനുള്ള ഷീറ്റും. ഞാൻ ഇന്നെ ഇങ്ങനെ. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കൊച്ചു ഹൃദയത്തിൽ തോന്നി, ദൈവം മാനസാന്തരം കൊടുത്തായിരിക്കും, പ്രാർത്ഥിക്കുന്നല്ലയോ. ഞാൻ എന്നാൽ കിടക്കാൻ ഓർത്ത് കട്ടിലിൻ്റെ താഴെ മുട്ടുകുത്തി കുറേ നേരം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ദർശനമൊന്നും കണ്ടില്ല. ഈ കാണാത്ത കാര്യം ഞാൻ കണ്ടില്ലെന്നേ പറയുള്ളൂ. ചെല്ലി പറയുന്നുണ്ട്, കണ്ടു, തെളിയുന്നില്ല. നീ വെള്ളച്ചെലെടുക്കരുത്. തെളിയുന്നില്ല. ഞാനൊന്നും കണ്ടില്ല. പ്രാർത്ഥിച്ചേച്ച് ഞാൻ സ്തോത്രം പറഞ്ഞ് എല്ലാം വഹിച്ച് പ്രാർത്ഥിച്ചേച്ച് കിടക്കാൻ ഓർത്ത് കട്ടിലോട്ട് കയറി സ്തോത്രം ചെയ്ത് കിടക്കാൻ ഇങ്ങനെ തല ചായച്ചപ്പോൾ ഒരു തോന്നൽ, അത് ദൈവം തോന്നിപ്പിച്ചതാണ്. ഇന്ന് ഇങ്ങോട്ട് തല വെക്കുന്നില്ല, തല ഇന്ന് ഇങ്ങോട്ട് വെക്കുന്നു. പെന്തിക്കോസ് വന്നിട്ട് തെക്കോട്ട് തല വെക്കാത്തത് ഇതിനകത്തിരിപ്പുണ്ട്. നീ എന്നാ കോസാ? തുള്ളൽ അറിഞ്ഞു പിടിച്ചാ തുള്ളുന്നത്. അയ്യോ, ഷീറ്റോടെ അടക്കും. ഇപ്പോൾ തെക്കോട്ട് അതിനെ വെക്കാത്ത. അപ്പം നിന്റെ ആത്മാവെന്നതാ? ചെല്ലി പറഞ്ഞില്ലേ പിന്നെ മറിയാമേ, കാര്യമൊക്കെ കാര്യം, സന്ധ്യ കഴിഞ്ഞാൽ ഇതിലെ വെള്ളം കോരിക്കൊണ്ട്. അന്നേരം അവർ നിങ്ങൾ പെന്തിക്കോസിലെ, ഞങ്ങൾ കോസിനകത്തൊക്കെയാ, പക്ഷെ സന്ധ്യ കഴിഞ്ഞതിൽ നിന്റെ ആത്മാവേതാ? പണ്ട് എ ജെ ജോൺ സാറ് പറയാറുണ്ട്, പപ്പുള്ളയുടെ ആത്മാവാന്ന്. ചെല്ലി പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഒരു കാര്യം, സന്ധ്യ കഴിഞ്ഞാൽ തുണി അലക്കരുത് കേട്ടോ.
പാടത്തൊക്കെ പോയി കൊയ്ത്തും പണിയുള്ള സമയത്ത് എന്താ അലക്കുന്നത്? ഇപ്പോഴല്ലയോ അല്ല ഞെക്കുമ്പം മെഷീനകത്ത് കിടന്ന് എന്തൊക്കെ വന്നാലും ചിലതൊന്നും ഗുണമല്ലെന്ന്. എന്നാ രാവിലെ മുതൽ നീ കല്ലേ വെച്ച് തേച്ച് കഴുകണം. ഉള്ള കാരച്ചെളി എല്ലാം കൂടി ഇരുന്നിട്ടാ എന്നെ പറഞ്ഞത്. എന്നാന്നോ ഇപ്പോഴും പറയുന്നവരുണ്ടെന്ന്. എന്നാന്നോ എൻ്റെ കണ്ണ് ഗുണമാകുകയില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരാം, പോട്ടെ. അപ്പോൾ ഏതായാലും ഇവിടെ ആ ഭാഗം നമ്മൾ ചേർത്തിട്ട് പഠിക്കുമ്പോൾ അമ്മ ഇതെല്ലാം ചെയ്തു വെച്ച് ഞാൻ ഇത് അറിഞ്ഞില്ല. ഞാൻ ഇന്നിങ്ങോട്ട് തലവെക്കുന്നില്ല, ഇങ്ങോട്ട് തലവെക്കുന്നില്ല. നോക്കിയപ്പോൾ തലയാണ് മാറ്റി പടിയിലൊരു പൊതി. ഞാൻ ഈ പൊതി എടുത്ത് നോക്കിയപ്പോൾ അതിനെ ചില സാധനങ്ങൾ, അത് ഞാൻ പൊതുവിൽ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് സാധനങ്ങൾ ഞാനത് മനസ്സിലാക്കി. ഒന്നും എതിർത്തില്ല. പൊതി മടക്കി വെച്ച് ഞങ്ങളുടെ വീടിന് പുറകെ ഇതുപോലെ കണ്ടമാണ്, വെള്ളം നിറഞ്ഞ് കിടക്കുക കായൽ. പുറകിലത്തെ തിട്ടയിലോട്ട് പോയി അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞേച്ച് ഈ പൊതി ഒരൊറ്റ ഏറ് കൊടുത്തു കണ്ടത്തിലോട്ട് എറിഞ്ഞേച്ച് ഞാൻ തിരിച്ചു വന്ന് പ്രാർത്ഥിച്ച് കയറി കിടന്നു. രാത്രി സുഖമായിട്ടുറങ്ങി. ഞെട്ടിയില്ല, ഞെട്ടത്തുമില്ല. കാരണം അവനോടുകൂടി ഉള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ കൂടെ ഉണ്ട്. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി പ്രാർത്ഥിച്ചു. നേരം വെളുത്ത് 3 പാട്ട് പാടി ഒരു 3/4 മണിക്കൂറോളം മറുഭാഷ പറഞ്ഞു. ഞാൻ പാട്ട് പാടിയപ്പോൾ അമ്മ അവിടെ എല്ലാം വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയോട്, എന്തു അവിടെ നിന്ന് നോക്ക്. ഞാനും ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങളാരും പറയാതിരുന്നാണ്. ഒരാവിചാരവും നിന്നെ കേൾക്കത്തില്ല, ഒരു കൂടോത്രവും നിനക്ക് ഫലിക്കത്തില്ല, ഒരു ശുദ്രശക്തി നിന്നെ തൊടത്തില്ല, ഒരു ദോഷവും നിന്നെ തൊടുകയില്ല. യഹോവയൊരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. അതാ നമ്മൾ ഈ മുഹൂർത്തമൊന്നും നോക്കാത്തത്. രാഗവും കേതുവും ഗുളികനും നമുക്ക് എല്ലാ ദിവസവും നല്ലതാ, എല്ലാ സമയവും നല്ലതാ. എന്നാലും ചിലർ ചൊവ്വാഴ്ച കല്യാണം നടത്താത്തവരുണ്ട്. ഞാനാന്ന് അടുത്ത കാലത്ത് എൻ്റെ മകളുടെ കല്യാണം ചൊവ്വാഴ്ച എൻഗേജ്മെൻറ്റ്, ചൊവ്വാഴ്ച കല്യാണം നടത്തി. പക്ഷേ ഇപ്പം ഇറങ്ങണ്ട, അമ്മാച്ചനോട് വന്നേച്ച് നമുക്ക്. അമ്മാച്ചൻ 14 കൊല്ലം മുമ്പ് മരിച്ചു പോയതാ. ആരാണ്ട് പറഞ്ഞു കൊടുത്തതാ 9 കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. 9 അങ്ങനെയൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോൾ വണ്ടി എന്ന് വേറെ വണ്ടി കിട്ടി വിശുദ്ധ. നീ പ്രമാണത്തിനിക്ക് ഒരു ദോഷവും നിനക്ക് വരികയില്ല, ഒരു ശക്തിയും നിന്നെ തൊടുകയില്ല, ഒരാപചാരവും പറ്റത്തില്ല. അതുകൊണ്ട് അബ്രഹാമിനോട് ഭയപ്പെടേണ്ട, ജാതിക പോരാട്ടം കണ്ട് പേടിക്കേണ്ട, ദൈവം നിന്റെ വരികയാണ്. ഞാനൊരു ദൃഷ്ടാന്തം പറയാം. ഒരു ദൈവദാസൻ പറഞ്ഞതാ. അത് അദ്ദേഹം പറഞ്ഞ നമ്മുടെ ഒരു ദൈവദാസൻ പണ്ട് കോട്ടയം ടൗണിൽ നിൽക്കുക, KSRTC ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയമല്ല, ഇവിടെ യാത്ര പോയിട്ട് വന്നതാണ്. ആ നിലയിലൊരു ഷർട്ടുമൊക്കെ. കോഴിക്കോട്ടുകാരൻ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അബ്ദുള്ള എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവരെ അടുത്തടുത്ത് നിന്നപ്പോൾ പരിചയപ്പെട്ടു. പേരെന്താ? പേര് അബ്ദുള്ള. എവിടെ പോകുന്നു? ഞാൻ കാഞ്ഞിരപ്പള്ളി വരെ പോകുന്നു. എന്താ? അദ്ദേഹം എന്നോട് പറഞ്ഞതാ. എന്താ? അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. വീട് എവിടെ നിന്ന്? കോഴിക്കോട്ട്. അപ്പോൾ എന്തിനും അപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിച്ച് കൂട്ടത്തിൽ ചോദിച്ചു. അപ്പോൾ അതിന് പോവാം. കാഞ്ഞിരപ്പള്ളിക്കാർ വരുത്തുകയാണ്. അപ്പോൾ പുള്ളി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തോ ശക്തിയെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്? എന്തോ ശക്തി. മോനെ അത് നിർത്തിക്ക്, ഒരു കാര്യം പറയാൻ. അത് നിർത്തി, അവിടെ നിർത്തി. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരിമാരെ കാണാനൊന്നും വലിയ ചന്തം കാണുക. ചില കറുത്തും വെലിഞ്ഞും കണ്ണ് കുടിഞ്ഞും കവിളൊട്ടിയും മൂക്കെന്ന് കണ്ണെ പോണേ ഓട്ടോയൊക്കെ പിടിക്കണം ചിലത്. അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. കുടുംബശ്രേഷ്ഠതയൊന്നും ഞങ്ങൾക്കില്ല. ജാതിയുടെ മകത്വമൊന്നും പറയാനില്ല. വലിയ വിദ്യാ നിപുണന്മാരും ആമൻ ഇപ്പോഴുണ്ട്. ആമൻ പണ്ടധികമില്ലായിരുന്നു. അങ്ങനെ മെച്ചമൊന്നും പറയാൻ ഞങ്ങൾക്കില്ല. പക്ഷേ ആമൻ പാടത്ത് പണിക്കൊക്കെ എടുക്കുന്നവരും റോഡ് പണിക്ക് പോകുന്നവരും അടുക്കള പണി ചെയ്യുന്നവരും പാത്രം കടിക്കുന്നവരും ചിലർ ഓഫീസിൽ പോകുന്നവരും ഒക്കെ കാണും. ആമൻ പാവം പിടിച്ച സഹോദരിമാർ, ആത്മനിറമുള്ള അഭിഷേകമുള്ള ബന്ധുക്കോത് സഹോദരിമാരും മീശ പഠിച്ച ആണുങ്ങൾ, കുടുംബശ്രേഷ്ഠതയും വിദ്യാഭ്യാസവും ഒന്നുമില്ല, കട്ടകുത്താനോ അവൻ കായൽ മീൻ പിടിക്കാനൊക്കെ പോകുന്നവരായിരിക്കും മതി. പക്ഷേ അഭിഷേകമുള്ള ദൈവദാസന്മാരും ദൈവമക്കളും വന്ന് ആപചാരവും മന്ത്രവാദവും ശുദ്ധമുള്ള വീടുകളിൽ ചെന്ന് ഞങ്ങൾ മുഴങ്കാലമടക്കി പ്രായിട്ട് മുഴങ്കാലമടക്കി അവൻ 2 ശീല് പാട്ടുപാടി തമ്പറിനൊക്കെ ഒന്ന് അടിച്ച് അവൻ ആത്മാവ് നിറഞ്ഞ് മറുഭാഷ പറഞ്ഞാൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ 4-ാം വേദക്കാരൻ്റെ കെട്ടുപൊട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അനുഭവിച്ച ദൈവമക്കളാണ് ഞങ്ങൾ. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനൊക്കെ തിരിപ്പുണ്ട്. ആരാധനകളുടെ മഹത്വം കണ്ടവർ ഇതിനൊക്കെ തിരിപ്പുണ്ട്. ആത്മശക്തികളുടെ വ്യാപാരം അനുഭവിച്ചു ഇതിനൊക്കെ തിരിപ്പുണ്ട്. ആരാധനയിൽ അവൻ മൺകുട ഉടയുമെന്ന ആരാധനയിൽ സകല ബന്ധനങ്ങൾ അഴിയും. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ, തലമുറകളുടെ വിദ്യാഭ്യാസത്തിനെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ആത്മിക ശുശ്രൂഷയ്ക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ആത്മിക ശുശ്രൂഷകൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ജാതിക ശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികളെ ഇന്ന് രാത്രി
അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് പറയുക, ഈ ആത്മാവിൽ ബലപ്പെടുമ്പോൾ, ഈ ആത്മാവിൽ ആരാധിക്കുമ്പോൾ സകല ആപചാരത്തിന് സാധ്യതകൾ അടിക്കും. ദേശാധിപതികളുടെ ശക്തികൾ, ദേശത്തിന് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ സാധ്യതകൾ ഇന്ന് രാത്രി അടിക്കുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഭയപ്പെടേണ്ട. ഒന്ന്, ഏകാന്തത അനുഭവിച്ച് പീഡകളിൽ കൂടി പോകുന്ന നീ ഭയപ്പെടേണ്ട. സർവ്വസൃഷ്ടിയുടെ ആരംഭമായവൻ നിന്റെ കൂടുണ്ട്. രണ്ട്, ജാതീയ ശക്തികളും പോരാട്ടങ്ങളും കണ്ട് പേടിക്കേണ്ട. ദൈവം നിന്റെ പരിചയം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞങ്ങ് നിർത്താം, അത് അധികം വിസ്തരിക്കുന്നില്ല. ഒറ്റ പോയിന്റ്, അപ്പോൾ ഒരു 3 പോയിന്റ് ആകും. പെട്ടെന്ന് വായിക്കണം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9:7. അതോടെ വായിച്ചങ്ങ് നിർത്താം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9:7. പെട്ടെന്ന് വായിച്ചു. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളേണമെന്ന് ദാവീദ് മെഫീബോശത്തിനോട് പറയുക. ചരിത്രം പഠിക്കുന്നവർക്കറിയാം, 2 കാലം മുടന്തി ഒരു കക്ഷിയാ. ഇത് ജന്മനാ മുടന്തിയതല്ല. മുമ്പേരത്തിനെ വായിച്ച് ജന്മനാ മുടന്തി. ഇത് ജന്മനാ മുടന്തല്ല. 5 വയസ്സുള്ളപ്പം ഒരു സഹോദരി കൊച്ചിനെ എടുത്തോണ്ട് ഓടിയതാ. കൊച്ചിനെ വളർത്താൻ കൊള്ളാം. കൊച്ചിനെ എടുത്തോണ്ട് ഓടിയപ്പോൾ അത് മൊത്തം 2 കാലം മുടന്തി. അത് ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ പേടിച്ച് ലോദേവാരി കിടന്നു. വിസ്തരിക്കാൻ നേരമില്ലാഞ്ഞിട്ടാ. ഒടുവിൽ 2 കാലം മുടന്തിയാ. ഈ മെഫീബോശത്തിനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തിക്കാണെങ്കിൽ ഇരുത്തി അവൻ ദാവീദിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു. പേടിക്കാനൊക്കെ ചരിത്രം എടുക്കേണ്ടത്, അതിലോട്ടൊന്നും പോകുന്നില്ല. ഇവൻ്റെ അകത്ത് ഭയമുണ്ടായി. അകത്ത് ഭയം കയറിയപ്പോൾ മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോൾ ദാവീദ് രാജാവിനെ പിടികിട്ടി. ഇവൻ പേടിച്ചിരിക്കുക. അതുകൊണ്ട് അവനോട് പറഞ്ഞൊരു പദമുണ്ട്. ഈ മെഫീബോശത്ത് ശൗലിന്റെ കൊച്ചുമകനാ, യോനാഥാന്റെ മകനാ. അപ്പനും വല്യപ്പനും മരിച്ചുപോയി, കുടുംബമെല്ലാം കൂടെ കുളം തോണ്ടി. ദാവീദ് സിയോൻ കോട്ട പിടിക്കാൻ വന്നപ്പോൾ മുടന്തന്മാരെ സിയോൻ കോട്ട വിട്ടുപോയ കൂട്ടത്തിൽ പുള്ളി പോയതാ. 2 കാലം മുടന്തി, പാപത്തിന്റെ മുടന്ത്. ലോദേബാർ വരണ്ട സ്ഥലം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വരണ്ട സ്ഥലത്ത് പാപത്തിന്റെ മുടന്ത് പേര് കിടക്കുക. അങ്ങനെയുള്ള ഇവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ദാവീദ് പറയാ, ആ മെഫീബോശത്തെ ഭയപ്പെടേണ്ട. നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം നിന്റെ വല്യപ്പനാകുന്ന ശൗലിന്റെ നിലമല്ല ഞാൻ നിനക്ക് തിരിച്ചു തരാൻ പോവുകയാണ്. അവിടെ പറയാ, നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന്. ഇതുപോലെ ആശയം വരുന്നൊരു പദം കർത്താവ് ഉപകളിൽ പറഞ്ഞല്ലോ, മുടിയൻപുത്രന്റെ കാര്യം. അപ്പന്റെ സ്വത്തെല്ലാം കൂടെ വാദിച്ച് മേടിച്ച് അവ കൂട്ടുകാരുമായിട്ട് നാനാവൃതമാക്കി സല്ലപിച്ച് ഉല്ലസിച്ച് ആഘോഷിച്ച് നടന്ന മുടിയൻപുത്രൻ എല്ലാം ഇവൻ നശിപ്പിച്ച് അവസാനം ഇവനെ ആർക്കും കാശുള്ളപ്പോൾ എല്ലാവർക്കും ആൾ വേണമെന്ന്. രാജ്യം പുത്രനും ഇല്ലാതിരിക്കുമ്പം കാശുള്ളവരും ഉള്ളവരാണ്. ഇപ്പോൾ ബന്ധം ഇല്ലാത്ത ബന്ധം ഉണ്ടാക്കും. തോമാച്ചനെ വലിയ വീട്ടിൽ തോമാച്ചൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയത്തില്ല. എങ്ങനെയായിരുന്നു? എൻ്റെ അപ്പച്ചൻ്റെ ഉപ്പാപ്പൻ്റെ ഒരു പെങ്ങളെ മാലക്കരയെ കെട്ടിച്ചു, അല്ലെങ്കിൽ ആറന്മുളയെ കെട്ടിച്ചു, അല്ലെങ്കിൽ കോഴഞ്ചേരി കെട്ടിച്ചു. ആ കൊച്ചമ്മയുടെ അടുത്തൊരു തിരുമേനി താമസിക്കുന്നുണ്ടായിരുന്നു. തിരുമേനിയുടെ ഒരു പെങ്ങളെ ചിങ്ങവനത്ത് കെട്ടിച്ചു. ചിങ്ങവനത്തെ ആ പെങ്ങളുടെ അയലത്തുകാരൊരു ബാബുവിൻ്റെ അപ്പുറയാണ് ഇവർ താമസിക്കുന്നത്. ബന്ധമാ ഇല്ലാത്ത ബന്ധം ഉണ്ടാക്കിയ. അതേപോലെ സ്വന്തം സഹോദരങ്ങൾ ഗതികേടില്ലാതെ ബന്ധം പറയുമോ? ചാക്കോച്ചനെ നിങ്ങൾ ചാക്കോച്ചനെ ഏത് ചാക്കോച്ചനെ കറുത്തെ പണ്ണം പറഞ്ഞേ അത് തെക്കേപ്പന്തിയിലെങ്ങാണ്ടാ താമസിക്കുന്നത്. അവൻ്റെ അനിയനാ. അപ്പൊ കാശ് ഉണ്ടെങ്കിൽ നല്ല ബന്ധം പിടിക്കും. കാശില്ലെങ്കിൽ ആരും ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കർത്താവിന് മഹത്വം. അപ്പൊ ഈ ദാവീദ് ഈ മുടിയൻപുത്രൻ നാനാവൃതമാക്കി മുടിച്ച് ഒടുവിൽ പന്നി തിന്നുന്ന വാളവരെ തിന്നാൻ ആഗ്രഹിച്ചെന്നാ അതും കിട്ടിയില്ല. ഒടുവിൽ ഇവനൊരു തീരുമാനമെടുത്തു. ഇവന് സുബോധം വന്നത് തീരുമാനം, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാരെ തിന്ന് ഞാനോ വിശപ്പ് കൊണ്ട് പൊരിയുക. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്ക ചൊല്ലും. അപ്പനോട് ഞാൻ പറയും, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ആ ഭാഗം നിങ്ങൾ പഠിക്കണം. ഇവനൊരു തീരുമാനമെടുത്ത് ഞാൻ അപ്പൻ്റെ വീട്ടിൽ ചൊല്ലും, അപ്പൻ്റെ അടുക്കലോട്ട് ചൊല്ലും, അപ്പനോട് ഏറ്റു പറയും. എന്നിട്ട് പറയും നിന്റെ കൂലിക്കാലൊരുത്തനെ പോലെ എന്നെ. ആ ഭാഗം നിങ്ങൾ പഠിക്കാൻ പറയുക. ഈ മുടിയൻ പുത്രൻ ധൂർത്ത പുത്രൻ അപ്പനെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്നെങ്കിലും ആദ്യം അപ്പനായി ഇവനെ കണ്ടത്. ഇതുപോലെ ഒരു സ്വർഗീയ പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. നീ കാണുന്നതിന് മുന്നേ നിന്നെ കണ്ടവൻ. അപ്പൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. അപ്പാ ഞാൻ പാപം ചെയ്ത് തെറ്റിപ്പോന്ന് പറയുന്നതിന് മുന്നേ അപ്പൻ അങ്ങ് ക്ഷമിച്ചു. എന്നിട്ട് അപ്പൻ പറഞ്ഞു, നിങ്ങൾ നോക്കി നിൽക്കാതെ മേത്തരമായതിനേക്ക് അറുത്ത് തിന്ന് സന്തോഷിക്കണം. എൻ്റെ മകൻ മരിച്ചവന് അവൻ വീണ്ടും ജീവിച്ചു എന്ന് പറഞ്ഞാൽ മെഫീബോശത്തിന് പറയാം, പേടിക്കണ്ട, എൻ്റെ രാജഭോജനത്തിൽ നിന്ന് ഞാൻ നിനക്ക് നിത്യ ഭക്ഷണം തരാൻ പോകുക. അവിടെ ഒരു ഫലമുണ്ട്. നിന്റെ പിതാവിന് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് തിരികെ തരിക. ഒറ്റ വാക്ക് പറയാം, പാപത്തിൻ്റെ മുടന്ത്
വരണ്ട സ്ഥലം, വല്ലാത്ത സ്ഥലം. അവിടെ കടന്ന് 2 കാലം മുടന്ന് മെബീബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളുമെല്ലാം പാപത്തിൻ്റെ മുടന്ന് കയറി കിടന്നതാ. എന്നാൽ കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരുവൻ യാഗമാക്കി അറക്കപ്പെട്ടു. കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി. ഒരുവൻ പീലാത്തോസിനെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ കുരിശമരം ചുമന്നുകൊണ്ട് പോയി. വീണും വേച്ചും മറച്ചും കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി ആ ക്രിസ്തുവിന്റെ തങ്ക നിണത്താൽ ആ തിരുമേന തകർക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പാപത്തിന്റെ മുടത്തിൽ നിന്ന് രക്ഷ കിട്ടി. നമ്മളോട് പറയുക, നഷ്ടപ്പെട്ടു പോയ പിതാവിന്റെ സ്വത്ത് ഇന്ന് രാത്രി നിനക്ക് തിരിച്ചു തരിക. ഏതാ പിതാവ്? ഒറ്റ വാക്കി പറയാ, ആദ്യ പിതാവാകുന്ന ആദമിൽ കൂടി മാനവജാതിക്ക് നഷ്ടപ്പെട്ടു പോയ ഒത്തിരി കാര്യമുണ്ട്. അതെല്ലാം പറഞ്ഞു വന്നാൽ നേരം വെളുക്കും. 1-2 പോയിന്റ് മാത്രം പറയും. 1, തേജസ് നഷ്ടപ്പെട്ടു. 2, അധികാരം നഷ്ടപ്പെട്ടു. 3, വസ്ത്രം നഷ്ടപ്പെട്ടു. 4, അവൻ അത് ഭരിക്കുന്ന ഭരണം നഷ്ടപ്പെട്ടു. ഇതെല്ലാം പറയാൻ തിരിച്ചു തരും. അപ്പം ആദ്യ പിതാവാകുന്ന ആദമിനാൽ മാനവജാതിക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി രക്ഷപ്പെടാൻ ഒറ്റ മാർഗം യേശുക്രിസ്തു മാത്രം. മറ്റൊരുത്തൻ രക്ഷയില്ല. നഷ്ടപ്പെട്ടു പോയതല്ല ഇന്ന് രാത്രി നിനക്ക് തിരിച്ചു തരുന്ന രാത്രിയാ. ഏറ്റെടുത്ത് ഇന്ന് രാത്രി ഇവിടെ നിന്ന് കടന്നു പോകാമോ? നിന്റെ പാപം ക്ഷമിക്കും, രോഗം സൗഖ്യമാക്കും, നിനക്ക് സമാധാനം നൽകും, നിന്നെ രക്ഷിക്കും, നിന്നെ വിടുവിക്കും. അതിന് കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി നടുവിലുണ്ട്. എല്ലാവരും അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. അവൻ ഏതൻ ഭൂകാപനത്തിൽ വെച്ച് പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ തേജസ്സിന്റെ വസ്ത്രം, അതുകൊണ്ടാണല്ലോ അത്തികല കൂട്ടി അരയാടയുണ്ടാക്കി തുന്നി ചേർത്തത്. ആ നഷ്ടപ്പെട്ടു പോയ വസ്ത്രം യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ അവൻ നീതിയുടെ അങ്കി എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുക. ഇന്ന് രാത്രി ആ തേജസ് വീണ്ടും നമ്മുടെ മേൽ പകരും. എല്ലാവരും അല്പസമയം ഞങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് ഇന്ന് രാത്രി തിരിച്ചു തരേണ്ടതിന് എല്ലാവരും പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. 1, ഏകാന്തത കണ്ട് പേടിക്കേണ്ട. 2, യാതിക ശക്തികളെ കണ്ട് പേടിക്കേണ്ട. 3, പാപത്തിന്റെ മുടന്തും അനാഥത്വം പേര് നീ പേടിക്കേണ്ട. ഇന്ന് രാത്രി നിന്നെ ചേർത്തണയ്ക്കുന്ന നല്ല മഹാരാജാവുന്ന ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ, എല്ലാവരുടെ മേലെ തിരികെ പ്രചരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ ചേർന്ന് പാടി കൈകളടിച്ച് ഇന്ന് രാത്രി നമുക്ക് പിരിക. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, അവൻ മഹത്വവാനായ ക്രിസ്തു, സൗന്ദര്യമുള്ള ക്രിസ്തു, ആയിരങ്ങളെ 10,000 സുന്ദരനായ ക്രിസ്തു, ആ കർത്താവിനെ കരമുയർത്തി മഹത്വപ്പെടുത്തിയാട്ടെ. ആ കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കാതുള്ളൂ. ലോകപാപച്ചുമടിന് ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പാതിനെ കുരിശെടുത്തു ഗോഗോഥായിൽ പോയെന്നെ സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ജീവനും ഇവനെ, അവൻ അരികിൽ വരുവിൻ വഴിയും ആശ്വാസമേകുമേ. അവൻ ചുമടൊടിച്ചവൻ മഴയും മഞ്ഞും പെയ്യുമ്പോഴുള്ള കൃപ ഒഴിയുമേ മേഘത്തൂണിൽ നിന്ന്. സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ, നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നിനച്ച സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഏത് പൊന്നില വിളക്കുകൾ നടുവിൽ നിലയങ്കി ധരിച്ചും 7 നക്ഷത്രം വലങ്കയിലും മാറിൽ പൊൻകാഴ്ച പൂണ്ടു വായിലൊരു മുന വാളുമക്കി പോലെ കണ്ടുമുള്ള മാനവമകനെ. സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഓ കാലുകൾ ഉലകിൽ കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളക്കൊത്തത് ചേലോട് മുഖഭാവമാദിത്യം ശക്തിയോട് പ്രകാശിക്കും പോലെയും തലമുടി ധവളപ്പണി പോലെയിരിക്കുന്ന ദൈവപുത്രനെ. സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. സ്തുതിപ്പി ലോകത്തിൽ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ. സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. വളരെ വെള്ളത്തിൽ ഇരച്ചിക്കൊത്തതും സമകല്ലറയിൽ നിന്നും വെളിയെ മരിച്ചൊരുയർത്തു വരുവാനായി അവിടെ വല്ലഭമുള്ളത് എളിയ ജനചരിത്രമതും വലിയ ഗംഭീര ശബ്ദമുള്ളോനെ. സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. വലിയ ദൈവദൂതന്റെ ശബ്ദവും ദൈവകാലവും തന്റെ വിളിയോടിന കലർന്നു മുഴങ്ങവേ വാനലോകത്തിൽ നിന്ന് ജ്വലിക്കും അതിവേഗത്തിൽ വെളിപ്പെടുത്താനും മക്കളാണ്. സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. മനുമസിഹായേ മതസേനയെ കത്തനെ മണ്ണും വീണ്ടും പടച്ചവനെ മനുവനെ. മനു നന്ദനനെ വരെ നന്ദനനെ വരെ നന്ദനെ രാജ നന്ദനനെ നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പി സ്തുതിപ്പി യേശുദേവനെ.
ഹല്ലേലൂയ പാടി സ്തുതിപ്പിനെ യേശുവേ യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവൻ അകലെ കളയുമേ യേശു രാജാവിദോഷന നല്ലവനാം യേശു രാഗം വല്ലഭ യേശുവേ വേഗം വരേണം സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ നമശിഹായേ മഹാസേനയിൽ കർത്തനെ മണ്ണും പെണ്ണും പടച്ചവനെ മറുപടി മനു നന്ദനനെ പരനന്ദനനെ മേരി നന്ദനനെ രാജനന്ദനനെ നിങ്ങൾ നന്ദിയോടെ പാടി സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവൻ അകലെ കളയുമേ യേശു രാജാവിദോഷന നല്ലവനാം യേശു രാജൻ വരം സർവ വല്ലഭ യേശുവേ വേഗം വരണമേ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി യേശുദേവനെ സ്തുതിപ്പിൻ ലോകത്തിൽ പാപത്തിൽ നീക്കുവാൻ അധിപനാകുന്ന ദൈവകുഞ്ഞാടേ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ പ്രാവശ്യത്തെ ഈ സ്ഥലത്ത് രണ്ടാമത്തെ കൺവെൻഷനാണ് അടുപ്പിച്ച് നടക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ രാത്രി ഒന്നിച്ച് സമ്മേളിപ്പാൻ ദൈവം നമുക്ക് ക്രമം നൽകി. ഈ കർത്തദാസനെ, ഇവിടുത്തെ സഭാവിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ ദൈവം ആശീർവദിക്കട്ടെ. എല്ലാവരും വരി ഓർത്തുന്ന സ്വോത്രം ചെയ്താട്ടെ. ഈ ദേശത്തെ വേല, ഇവിടെ നടക്കുന്ന ആരാധന, ഇവിടെ കൂടി വരുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാവരും അല്പസമയങ്ങളിൽ സ്വോത്രം ചെയ്താട്ടെ. സ്വോത്രം 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 സ്വോത്രം. അവൻ സഹോദരന്മാർ തമ്മിൽ സഹോദരിമാർ തമ്മിലും വിശുദ്ധ ചുംബനം കൊടുത്ത് വന്ദനം പറഞ്ഞാട്ടെ. മാറാ നാര അടുത്ത് നിൽക്കുന്നവർ, മാറാ നാര, നമ്മുടെ കർത്താവ് വേഗം വരുന്നത്. യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ കൺവെൻഷൻ കഴിഞ്ഞ് പിന്നെ ഒടുവിലത്തെ രാത്രി തിരിച്ചു പോകുമ്പോൾ രണ്ട് ശീലി പാട്ട് പാടിയാ പോകുന്നത്. കാരണം ഒന്നെങ്കിൽ നമ്മുടെ മരണം, അല്ലെ കർത്താവിൻ്റെ വരവ്. ദൈവം അനുവദിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നിച്ച് കൂടാൻ പറ്റുള്ളൂ. അപ്പം അവര് പ്രത്യാശയോടെ പാട്ട് പാടി പോകാറുണ്ട്. ആ പഴയ പാട്ടിൻ്റെ രണ്ട് ചരണങ്ങൾ പ്രത്യാശയോടെ ഒന്ന് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിക്കാം. എന്ന് കാണാമിനി എന്നോ കാണാ എൻ്റെ രക്ഷാനായകനെ എന്നോ കാണാ എന്നോ കാണാ ഇനി എന്നോ കാണാ എൻ്റെ രക്ഷാനായകനെ എന്നോ കാണാ പ്രാണനായകൻ യേശുവിനെ ലക്ഷണമോ പ്രാണനായകൻ യേശുവിനെ എന്നോ കാണാം ഇനി എന്നോ കാണാം എൻ്റെ രക്ഷാനായകനെ എന്നോ കാണാം എന്നോ കാണാം ഇനി എന്നോ കാണാം എൻ്റെ രക്ഷാനായകനെ എന്നോ കാണാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവൻ